Good evening. നമ്മുടെ May 2025 RTP for Corporate and Other Law ആണ് നമ്മൾ ഈ സീരീസിൽ കൂടി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഇതിനകത്ത് ആദ്യം ഐ ജസ്റ്റ് ടെൽ യു ഹൗ വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത് ദിസ് RTP സെഷൻ. ആദ്യം ഇവർ ജസ്റ്റ് ഒരു അമെൻമെന്റ് കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾ ജസ്റ്റ് അമെൻമെന്റ് പോയി യു മൈറ്റ് ഹാവ് ഗോൺ ത്രൂ ദ അമെൻമെന്റ്, ബട്ട് സ്റ്റിൽ അധികം അമെൻമെന്റ്സ് ആയിട്ടൊന്നുമില്ല, വളരെ കുറച്ച് അമെൻമെന്റ്സ് മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ ബേസിക്കലി കമ്പനി ഇൻകോർപ്പറേറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് രജിസ്ട്രാർ എന്ന് പറയുന്ന ഒരു വാക്കിനകത്ത് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വന്നിട്ടുണ്ട്. ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ ഭയങ്കര കാര്യമായിട്ടുള്ള അമെൻമെന്റ് ഒന്നും അല്ല. സോ ആ അമെൻമെന്റ് എന്താണെന്ന് വിൽ ബി ഡിസ്കസിങ്. നെക്സ്റ്റ് അതിനകത്ത് നമ്മുടെ RTPക്കകത്ത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റൻ ഉണ്ട്. അവിടെ രണ്ടായിട്ടാണ് അവർ MCQs ഇട്ടിരിക്കുന്നത്. ഒന്നൊരു കേസ് ബേസ് ക്വസ്റ്റൻ ഉണ്ട്, അതുപോലെ അവർക്കൊരു ഇൻഡിപെൻഡന്റ് സീരീസും പറഞ്ഞിട്ടൊരു ഒരു സീരീസ് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റൻസ് അവർ ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫസ്റ്റ് അമെൻമെന്റ് ഡിസ്കസ് ചെയ്യും, അത് കഴിഞ്ഞ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ഡിസ്കസ് ചെയ്യും, അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ വന്നിട്ട് MCQs ഡിസ്കസ് ചെയ്യാം. സോ MCQ ഡിസ്കസ് ചെയ്യാൻ നേരത്തെ ഐ ജസ്റ്റ് ഗിവ് യു എ ടിപ്പ്. അതായത് എങ്ങനെയാണ് ഒരു MCQ കേസ് ബേസ് ക്വസ്റ്റൻ വരാൻ നേരത്ത് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടതെന്ന് ഐ ജസ്റ്റ് ബേസിക്കലി ഗിവ് യു എ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. സോ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട്. അമെൻമെന്റ് ലൈക്ക് ഐ സെഡ് ഇറ്റ്സ് എ വെരി വെരി സ്മോൾ അമെൻമെന്റ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനകത്ത് ഡൗട്ട് വരുവാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കേസ് ബേസ് ക്വസ്റ്റ്യനകത്ത് ഒരു ക്ലാരിറ്റി വേണം എന്ന് തോന്നുവാണെങ്കിൽ യു ക്യാൻ റൈറ്റ് ഇറ്റ് ഇൻ ദ ചാറ്റ് ബോക്സ്. ഐ വിൽ ക്ലാരിഫൈ ദോസ് ഡൗട്ട്സ്. ഓക്കെ. സോ കമ്മിങ് ടു ദ കമ്പനീസ് ആക്ട്, അതിനകത്ത് നമ്മൾക്ക് ഒരു ചാപ്റ്റർ ഉണ്ട്, ചാപ്റ്റർ 11, ദാറ്റ് ഇസ് കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. അതിൽ നമ്മൾ ഒരു അമെൻമെന്റ് സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് കമ്പനി റൂൾസിനകത്താണ് ഒരു അമെൻമെന്റ് വന്നേക്കുന്നത്. റൂൾ 3 ഒരു നമ്മൾ പറയുന്നില്ലേ, രജിസ്ട്രാർക്ക് ഫയൽ ചെയ്യണം, ഫോം നമ്പേഴ്സ് FC1 ഒക്കെ രജിസ്ട്രാറിന് ഫയൽ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഒരു ഫോറിൻ കമ്പനി ഇവിടെ അതിന്റെ പ്ലേസ് ഓഫ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ROCനെ അറിയിക്കണം വിതിൻ എ പീരീഡ് ഓഫ് 30 days എന്ന് പറയുന്ന രജിസ്ട്രാർ എന്നുള്ളൊരു വാക്ക് അവർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദേ ഹവ് മെയ്ഡ് ദ വേർഡ് ആസ് രജിസ്ട്രാർ സെൻട്രൽ രജിസ്ട്രേഷൻ സെന്റർ. It shall be substituted. So in rule 3 for the word registrar എന്ന് ഉപയോഗിച്ചെടുത്തൊക്കെ നിങ്ങൾക്ക് എന്ത് ഉപയോഗിക്കണം? രജിസ്ട്രാർ സെൻട്രൽ രജിസ്ട്രേഷൻ സെന്റർ എന്നാണ് ഉപയോഗിക്കണം. So provided that the document for registration by a foreign company referred to under sub rule 3 shall be delivered in FC1 to the registrar central registration center. So just registrar എന്ന് എഴുതരുത്, you have to write registrar central registration center. So this either probably അവരൊരു ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റൻ ആയിട്ട് തന്നെ ചോദിച്ചിട്ട് നിങ്ങൾ അതിന് ഭാഗമായിട്ട് എഴുതേണ്ടി വരും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് മൾട്ടിപ്പിൾ ചോയ്സ് ഇൻഡിപെൻഡന്റ് ക്വസ്റ്റൻ ഒക്കെ ആയിട്ട് ആർക്കാണ് ഫയൽ ചെയ്യേണ്ടത് അങ്ങനത്തെ ഒരു ഓപ്ഷൻ വരാൻ നേരത്ത് ദിസ് ഓപ്ഷൻ മൈറ്റ് ബി ഗിവൺ. സിൻസ് ഇറ്റ്സ് ആൻ അമെൻമെന്റ് there are higher chance. What I feel this might come as an MCQ question only. Descriptive ഇടാൻ പറ്റില്ല എന്നല്ല. So just don't write registrar alone, write registrar central registration center. So that is the amendment which has come for the May 2025. I hope that's clear. ഓക്കെ. ഒന്നുമില്ല, ഇത് ആ പ്രൊസീജിയറിനെ പറ്റി മാത്രം പറയുന്നതാണ്. കറക്റ്റ് പേജ് നമ്പർ ഒക്കെ സ്റ്റഡി മെറ്റീരിയലിൽ പറയുന്നുണ്ട്. 30 daysനുള്ളിൽ FC1 ഫയൽ ചെയ്യണം, പ്രിസ്ക്രൈബ്ഡ് ഫീസ്. അവിടെ രജിസ്ട്രാർ എന്നുള്ളത് അവർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സെൻട്രൽ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ് അവർ ആഡ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഈ പറയുന്ന സംഭവമാണ് അവർ മാറ്റി എന്ന് പറയുന്നത് കേട്ടോ. ന്യൂലി ഇൻസേർട്ടഡ് ആയിട്ടുള്ള സംഭവമാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്, അല്ലാണ്ട് വേറെ അമെൻമെന്റ്സ് ഒന്നും തന്നെ വന്നിട്ടില്ല. സോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ രണ്ടായിട്ട് അവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത്. ഇത് ഒരു കേസ് സിനാരിയോ ആണ്. ഇത് നിങ്ങൾക്ക് എങ്ങനെ പെട്ടെന്ന് സോർട്ട് ഔട്ട് ചെയ്യാം, അതായത് ഇതിന് വേണ്ടിയിട്ട് സ്റ്റുഡൻസിന് ഒത്തിരി ടൈം പോകുന്നത്. കഴിഞ്ഞ അറ്റംപ്റ്റിന്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ്റെ സീരീസ് നമ്മുടെ ട്രിപ്പിൾ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. പ്ലീസ് വാച്ച് ദാറ്റ്. ഓൾറെഡി റെഗുലർ അറ്റൻഡ് ചെയ്ത കുട്ടികളോട് ഞാൻ പറഞ്ഞതാണ്. ദാറ്റ് വാസ് വൺ ഓഫ് ദോസ് ടഫസ്റ്റ് ആൻഡ് ട്രിക്കിയസ്റ്റ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. കുറേ നാളുകൾക്ക് ശേഷമാണ് കോർപ്പറേറ്റ് ആൻഡ് അതർ ലോ എന്ന് പറഞ്ഞ പേപ്പറിനകത്ത് ഇത്ര ട്രിക്കി ആയിട്ട് ഒരു MCQ ചോദിച്ചത്, വിച്ച് ഇസ് തൊട്ട് മുന്നത്തെ അറ്റം Jan 2025 MCQ സീരീസ്. അത് നമ്മൾ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡഡ് ആണ്. പ്ലീസ് വാച്ച് ദാറ്റ്. ഇറ്റ്സ് ഹാർഡ്ലി 40 minutes. അത് കുറച്ച് ട്രിക്കി ആയിട്ട് അവർ ക്വസ്റ്റൻസ് ഒക്കെ ഫ്രെയിം ചെയ്തിരുന്നത്. അക്കൗണ്ട്സ് ഓഫ് എ കമ്പനി ആൻഡ് ഓഡിറ്റ് ആൻഡ് ഓഡിറ്റേഴ്സ് അതിനെ ബേസ് ചെയ്ത് രണ്ടുകൂടെ മിക്സ് ചെയ്തിട്ട് ക്വസ്റ്റൻ വന്നിരുന്നത്. സോ പ്ലീസ് ജസ്റ്റ് ഗോ ത്രൂ ദോസ് MCQ സീരീസ്. സോ അങ്ങനെ ഒരു കേസ് ബേസ്ഡ് ക്വസ്റ്റൻ ആണിത്. 2 കേസ് ബേസ്ഡ് ക്വസ്റ്റൻസ് ഉണ്ട്. സോ നിയറിങ് 7 to 8 questions ഉണ്ട് നമ്മുടെ കേസ് ബേസ്ഡ് ക്വസ്റ്റനകത്ത് വരുന്നത്. പിന്നെ വരുന്നതാണ് ഇൻഡിപെൻഡന്റ് മൾട്ടിപ്പിൾ ചോയ്സ്. ഓരോ ക്വസ്റ്റൻ സെപ്പറേറ്റ് ആയിട്ടാണ്. അതൊരു കേസ് അല്ല, ഒരു ഇൻഡിപെൻഡന്റ് ക്വസ്റ്റൻസ് ആയിട്ടാണ് ഉള്ളത്. ഇൻ ടോട്ടൽ ഐ തിങ്ക് 10 questions ആണ് ഫ്രെയിം ചെയ്തേക്കുന്നത്, including the നമ്മുടെ case based as well as the independent question. So that which we'll be doing at the end. Descriptive കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മളത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. So we're going to start. First one, Grab Limited
An unlisted company. Now, before I start the series, I'll tell you in detail whenever you get a question. ഇങ്ങനത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ലൈക്ക് ലിസ്റ്റഡ് കമ്പനി എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ച എൻറ്റയർ ലോയ്ക്കകത്ത് ലിസ്റ്റഡ് കമ്പനിക്കകത്ത് ലിമിറ്റ് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ലിമിറ്റ് അതിനകത്ത് ഇറലവെന്റ് ആണ്. നമ്മൾ പഠിക്കുന്ന ഇഫ് ഇറ്റ് ഇസ് എ ലിസ്റ്റഡ് കമ്പനി ദാറ്റ് വിൽ ബി ആപ്ലിക്കബിൾ. അത് ഓഡിറ്റ് കമ്മിറ്റി ആയിക്കോട്ടെ, നമ്മുടെ ഇന്റേണൽ ഓഡിറ്റർ എന്നുള്ള പ്രൊവിഷൻ ആയിക്കോട്ടെ, ഏതൊരു പ്രൊവിഷൻസ് നമ്മൾ മെജോറിറ്റി പ്രൊവിഷൻസ് പഠിച്ചപ്പോഴും ലിസ്റ്റഡ് കമ്പനിക്ക് അവിടെ ഇത്ര പെയ്ഡ് ഷെയർ ക്യാപിറ്റൽ വേണം, ഇത്ര ടേൺ ഓവർ വേണമെന്ന് പറയുന്നില്ല. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ തെറ്റിക്കാൻ വേണ്ടി ലിസ്റ്റഡ് കമ്പനിക്ക് ലിമിറ്റ് തരും. സോ ഓൾവേസ് റിമെമ്പർ, നമ്മൾ പഠിച്ച മെജോറിറ്റിക്കകത്ത് ലിസ്റ്റഡ് കമ്പനിക്കകത്ത് എന്തവർ പറയുന്നില്ല, ലിമിറ്റ്സ് ഒന്നും പറയുന്നില്ല. അതായത് ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ബി ആപ്ലിക്കബിൾ ഫോർ ദം. അതുപോലെ തന്നെ അപ്പോൾ അത് എന്തിനാണ് ഞാനത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അത് എന്ത് കമ്പനിയാണെന്ന് എപ്പോഴും ഐഡന്റിഫൈ ചെയ്തോണം. കാരണം അത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഹിന്റ് ആയിരിക്കും. നോട്ട് നെസസറിലി ദാറ്റ് ഇറ്റ് വിൽ ബിക്കം എ ഹിന്റ്, ബട്ട് യെസ്, ചിലപ്പോൾ അത് നമുക്കൊരു ഹിന്റ് ആയിരിക്കും. നമ്മൾ മറന്നുപോകും, അയ്യോ അതിനൊരു ലിമിറ്റ് ആപ്ലിക്കബിലിറ്റി ഉണ്ടല്ലോ എന്നുള്ളൊരു സാധനത്തിന് ഹിന്റ് ആയിരിക്കും. അതുപോലെ എന്ത് ടൈപ്പ് ഓഫ് കമ്പനിയാണ്, പ്രൈവറ്റ് കമ്പനിയാണോ, പബ്ലിക് കമ്പനിയാണോ, ഗവൺമെന്റ് കമ്പനിയാണോ എന്നൊക്കെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഡീം ടു ബി ബന്ധം വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിക്കോണം. ലൈക്ക് 51% ഓഫ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ അതൊരു ഗവൺമെന്റ് കമ്പനി ആയിട്ട് മാറും. അതുപോലെ മോർ ദൻ 50% എന്ന് പറയുമ്പോൾ ഒരു സബ്സിഡിയറി കമ്പനി ആയിട്ട് മാറും. സോ ഓൾവേസ് ട്രൈ ടു ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് കമ്പനി whenever you start reading a question, because ചിലപ്പം ലിമിറ്റ് ആപ്ലിക്കബിലിറ്റി ഉണ്ടെങ്കിൽ there are chances you might make a mistake. So telling you that in advance. Okay. So first one, Grab Limited, an unlisted company, intends to make a public offer. ഒരു public offer അവർ നടത്താൻ വേണ്ടി പോവാണ് of securities. However, they are not sure about the compliance requirements for issuing the securities in the dematerialized form. So ഒരു പബ്ലിക് കമ്പനി അതിന്റെ സെക്യൂരിറ്റീസ് ഓഫർ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അവർക്ക് അറിയില്ല സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഡീമെറ്റീരിയലൈസ് ഫോമിലാണ്. അപ്പോൾ അവർക്ക് അറിയില്ല എന്തൊക്കെ കംപ്ലൈൻസ് ആണ് ഈ പബ്ലിക് കമ്പനി ഫോളോ ചെയ്യേണ്ടതെന്ന്. ഈ അൺലിസ്റ്റഡ് കമ്പനിക്ക് ഒരു ഐഡിയ ഇല്ല. ദേ ഗോയിങ് ടു മേക്ക് എ പബ്ലിക് ഓഫർ ആൻഡ് ദേ ഡോണ്ട് നോ വാട്ട് ആർ ദ കംപ്ലൈൻസ് റിക്വയർമെന്റ്. You being an expert, guide the Grab Limited on the relevant provisions of Companies Act 2013 and whether Grab Limited is eligible to issue its securities. അപ്പോൾ എടാ ഇത് ഏത് സെക്ഷൻ ആണ് വരുന്നത്? സെക്ഷൻ 29 ആണ്. 29ഉം റെലവൻറ്റ് റൂൾസും വരുന്നുണ്ട് ഇതിനകത്ത്. അതായത് ഒരു കമ്പനി അതിൻ്റെ ഷെയർസ് ഏത് ഫോമിൽ വെക്കണം, ഡീമെറ്റീരിയലൈസ് ഫോമിലാണോ വെക്കേണ്ടത്, അതോ ഫിസിക്കൽ ഫോമിലാണോ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അവർക്ക് അപ്പോൾ ഷെയർ ഇഷ്യൂ നടത്താൻ നേരത്ത് അവർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഓൾ ദിസ് ഇസ് ഡിസ്കസ് ഇൻ സെക്ഷൻ 29. ഏത് ചാപ്റ്റർ ആണ്? പ്രോസ്പെക്ടസ് ആൻഡ് അലോട്ട്മെന്റ് ഓഫ് സെക്യൂരിറ്റീസ്. ആ ചാപ്റ്ററിൽ നിന്ന് വന്ന ക്വസ്റ്റൻ ആണ്. സോ ലെറ്റ് us discuss the answer. Question number 11. The given issue is based on section 29 of the Companies Act 2013. So നിങ്ങൾക്ക് അത് എങ്ങനെ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. According to the provisions of section 29 of Companies Act 2013, read with rule 9A. Okay. Of the prospectus and allotment of security. Now, a very common mistake ഇതിന് കൂടെ തന്നെ പറഞ്ഞു, സ്റ്റുഡൻസ് പൊതുവേ റൂൾ നമ്പർ എഴുതാൻ നേരത്ത് അത് ഏത് ചാപ്റ്റർ ആണെന്ന് സ്പെസിഫൈ ചെയ്യുന്നില്ല. ഇഫ് യു റാൻഡംലി റൈറ്റ് റൂൾ 3, റൂൾ 4, റൂൾ 5, ഇൻസ്റ്റിറ്റ്യൂട്ടിന് എങ്ങനെ മനസ്സിലാവും അത് ഏത് ചാപ്റ്ററിനെ റിലേറ്റ് ചെയ്യുന്ന റൂൾ ആണെന്ന്? സോ ഇഫ് ഇറ്റ് ഇസ് ഫ്രം പ്രോസ്പെക്ടസ് ആൻഡ് അലോട്ട്മെന്റ് ഓഫ് സെക്യൂരിറ്റി, ജസ്റ്റ് റൈറ്റ്. ഇപ്പൊ നിങ്ങൾ ഈ റൂൾ നമ്പർ മറന്നു എന്ന് തന്നെ വിചാരിക്കുക, റൂൾ 9. അപ്പൊ നിങ്ങൾക്ക് എന്ത് എഴുതാം? സെക്ഷൻ 29 റെഡ് വിത്ത് ദ കമ്പനി റൂൾസ് ഓഫ് പ്രോസ്പെക്ടസ് ആൻഡ് അലോട്ട്മെന്റ് ഓഫ് സെക്യൂരിറ്റി. അങ്ങനെ എഴുതിയാലും കറക്റ്റ് ആണ്. യു ക്യാൻ ജസ്റ്റ് റൈറ്റ്. അപ്പോൾ റൂൾ എഴുതാൻ നേരത്ത് ചാപ്റ്ററിന്റെ പേര് എപ്പോഴും ബ്രാക്കറ്റിനകത്ത് പോകണം. റൂൾ നമ്പർ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ആ ചാപ്റ്ററിന്റെ പേര് ബ്രാക്കറ്റിൽ വരുന്ന രീതിയിൽ ആൻസർ അങ്ങ് എഴുതിയാൽ മതി, പ്രസന്റ് ചെയ്താൽ മതി. So the given issue is based on section 29 of the Companies Act 2013, read with rule 9A ആണ്. section 29 പറയുന്നത് എന്താണ്? ഒരു കമ്പനി പബ്ലിക് ഓഫർ ഓഫ് സെക്യൂരിറ്റീസ് നടത്തുന്ന സമയത്ത് ഷെയർസ് എപ്പോഴും എന്ത് ഫോമിലായിരിക്കണം? ഡീമെറ്റീരിയലൈസ്ഡ് ഫോമിലായിരിക്കണം. എപ്പോഴും ഇലക്ട്രോണിക് ഫോമിലായിരിക്കണം പബ്ലിക് ഓഫർ ഓഫ് സെക്യൂരിറ്റീസ് നടത്തുന്ന സമയത്ത്. ഇറ്റ് പ്രൊവൈഡ്സ് ദാറ്റ് every company, അപ്പോൾ നമ്മൾ തുടക്കത്തിൽ കണ്ടായിരുന്നു, ഇറ്റ്സ് an unlisted company, every company making a public offer and such other class or class of companies as may be prescribed. So ഏതൊരു കമ്പനി നിങ്ങൾ പബ്ലിക് ഓഫർ നടത്തുമ്പോൾ, അല്ലെങ്കിൽ you are under that category of company, you have to issue your security. When you are making a public offer, you have to issue your securities in dematerialized form by complying with the provisions of Depository Acts. So നിങ്ങൾ ഏതൊരു ടൈപ്പ് ഓഫ് കമ്പനി ആയിക്കോട്ടെ, നിങ്ങൾ പബ്ലിക് ഓഫർ നടത്തുന്ന സമയത്ത് നിങ്ങളുടെ സെക്യൂരിറ്റീസ് ഡീമെറ്റീരിയലൈസ് ഫോം ആയിരിക്കണം എന്നാണ് സെക്ഷൻ 29ഉം റൂളും പറയുന്നത്. സബ്സെക്ഷൻ പറയുകയാണ്, ഇൻ കേസ് ഓഫ് പ്രിസ്ക്രൈബ്ഡ് ക്ലാസ് ഓഫ് കമ്പനി, നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ക്ലാസ് ഓഫ് കമ്പനീസ് പഠിക്കാനായിട്ടില്ല, നിങ്ങൾ ആ പ്രിസ്ക്രൈബ് ക്ലാസ് ഓഫ് കമ്പനീസ് വരുവാണ്, അങ്ങനത്തെ ഒരു അൺലിസ്റ്റഡ് കമ്പനി കാറ്റഗറിയിൽ വരുവാണ്, ദി സെക്യൂരിറ്റി ഷാൽ ബി ഹെൽഡ് ഓർ ട്രാൻസ്ഫേർഡ് ഓൺലി ഇൻ ദ ഡീമെറ്റീരിയലൈസ് ഫോം ബൈ കംപ്ലൈങ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് ഡെപ്പോസിറ്ററി ആക്ട്സ്. സോ മാൻഡേറ്ററി ആയിട്ട് പറയാണ്, നിങ്ങൾ പബ്ലിക് ഓഫർ നടത്തുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് കമ്പനിയായി മാറി? ലിസ്റ്റഡ് കമ്പനിയായി മാറി. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ കാറ്റഗറി ഓഫ് കമ്പനിയാണ്, നിങ്ങൾ ട്രാൻസ്ഫർ നടത്തുമ്പോൾ നിങ്ങളുടെ ഷെയർസ് എങ്ങനെയായിരിക്കണം? ഡീമെറ്റീരിയലൈസ് ഫോമിൽ
ഫോമിലായിരിക്കണം എന്നാണ് ഡെപ്പോസിറ്ററീസ് ആക്ട് പറയുന്നത്. സോ ഗിവൺ കേസിൽ ഗ്രാബ് ലിമിറ്റഡ് എന്ന് പറയുന്നത് ഒരു അൺലിസ്റ്റഡ് കമ്പനിയാണ്. ഈ പറയുന്ന അൺലിസ്റ്റഡ് കമ്പനി ആ പറയുന്ന പ്രിസ്ക്രൈബ്ഡ് ക്ലാസ് ഓർ ക്ലാസ് ഓഫ് കമ്പനിക്കകത്ത് വരുവാണെങ്കിൽ യു ഹാവ് ടു കംപ്ലൈ വിത്ത് ദിസ് റെലവൻറ്റ് റൂൾ ആൻഡ് സെക്ഷൻ 29. അപ്പം നിങ്ങൾ പബ്ലിക് ഓഫർ നടത്തുമ്പോൾ അല്ലെങ്കിൽ ഇഷ്യൂ ഓഫ് ഷെയർസ് നടത്തുമ്പോൾ എങ്ങനെ തന്നെ നടത്തണം, ഡീമെറ്റീരിയലൈസ് ഫോമിൽ തന്നെ നടത്തണം, വിച്ച് ഇസ് ഇൻ അക്കോർഡൻസ് വിത്ത് ഡെപ്പോസിറ്ററി ആക്ട്. 3 കാര്യങ്ങൾ ഇവിടെ റെലവൻറ്റ്, സെക്ഷൻ 29, റൂൾ നമ്പർ, ഡെപ്പോസിറ്ററി ആക്ട്. എന്നിട്ട് അവിടെ എടുത്തു പറയണം ഈ പറയുന്ന കമ്പനി ആ ക്ലാസ് ഓർ ക്ലാസ് ഓഫ് കമ്പനീസിനകത്ത് വരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ സെക്ഷനും ഈ റൂളും കംപ്ലൈ ചെയ്തിട്ട് ഡീമെറ്റീരിയലൈസ് ഫോമിൽ തന്നെ വേണം അവർ ഇഷ്യൂ ചെയ്യാൻ. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ അല്ലേ? Okay, so that is with the first question, which was a very easy question. Prospectus and allotment of securities. Okay, so going for the next one. Shernai Limited is a company with an authorized capital of 20 lakh equity shares of 100 each. At the annual general meeting, the shareholders proposed to reduce the face value of each share from 100 to 10. എടാ അവരുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ 20 lakh equity shares ആണ് ഓഫ് 100 each. അവരുടെ 100 രൂപ ഫേസ് വാല്യൂ എന്നുള്ളത് അവർക്ക് 10 രൂപയായിട്ട് കുറയ്ക്കണം ഫേസ് വാല്യൂ. ആൻഡ് കറസ്പോണ്ടിംഗ്ലി increase the number of shares from 20 lakh to 2 crore. So ഈ 20 lakh എന്നുള്ളത് അവർക്ക് 2 crore ആക്കുകയും വേണം. അതായത് നമ്പർ ഓഫ് ഷെയർസ് കൂട്ടുകയും വേണം, എന്നാൽ ഫേസ് വാല്യൂ അവർക്ക് കുറയ്ക്കുകയും വേണം. അപ്പോൾ ടോട്ടൽ നമ്പർ മാറുന്നില്ല. സോ ടെക്നിക്കലി ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് അവർ കൂട്ടുന്നു, ഫേസ് വാല്യൂ പെർ ഷെയർ അവർ കുറയ്ക്കുന്നു. 100 നിന്ന് അവർ 10 ആയിട്ട് കുറയ്ക്കുകയാണ്. കീപ്പിംഗ് ദ ടോട്ടൽ ഓതറൈസ് ക്യാപിറ്റൽ അൺചേഞ്ച്. സോ ടെക്നിക്കലി ടോട്ടൽ ക്യാപിറ്റൽ മാറുന്നുണ്ടോ? ഇല്ല. അവിടെ 20 lakh എന്നുള്ളത് അവർ 2 crore ആയിട്ട് കൂട്ടുന്നു, 100 രൂപ ഫേസ് വാല്യൂ 10 രൂപയായിട്ട് കുറയ്ക്കുന്നു. Analyze whether request of the shareholder is considerable, and if so, how the company can alter its share capital as per the provisions of Companies Act. Alter the share capital എന്ന് പറയുമ്പോൾ സെക്ഷൻ 61 ആണ്. 61, 64 ഇതിനകത്ത് ആപ്ലിക്കബിലിറ്റി വരും. നമ്മൾ ഓൾട്ടറേഷൻ നടത്തുമ്പോൾ തന്നെ സബ്ഡിവിഷൻ കൺസോളിഡേഷൻ നമ്മൾ ആരെ അറിയിക്കണം? ROC-നെ അറിയിക്കണം. സോ ഇവിടെ 61 and 64 ചാപ്റ്റർ ഏതാണ്? ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിബെഞ്ചേഴ്സ്. ആൻഡ് ദിസ് ക്വസ്റ്റ്യൻ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഓൾട്ടറേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ, റിഡക്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ സ്ഥിരമായിട്ട് പണ്ട് ചോദിച്ചുകൊണ്ടിരുന്ന ക്വസ്റ്റൻ. സോ മാർക്ക് ദിസ് ക്വസ്റ്റൻ ആസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇവിടെ സബ് ഡിവിഷൻ ഓഫ് ഷെയർസ് ആണ് നടക്കുന്നത്. അതായത് ബേസിക്കലി 100 രൂപ ഫേസ് വാല്യൂ ഉള്ളതിനെ 10 ആക്കുന്നു, ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ഇക്വിറ്റി ഷെയർസ് അവർ കൂട്ടുവാണ് വിത്തൗട്ട് ചേഞ്ചിങ് ദ ടോട്ടൽ നമ്പർ. അതായത് ടോട്ടൽ വാല്യൂ ചേഞ്ച് ചെയ്യാതെയാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത്. ബേസിക്കലി സബ് ഡിവിഷൻ ഓഫ് ഷെയർസ് ആണ്. ഓൾട്ടറേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ ഏതാണ്? സെക്ഷൻ 61 ആണ്. ഞാൻ പറഞ്ഞൊരു ഏരിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്തോളൂ. ഇതിന്റെ കൂടെ തന്നെ 66 കൂടെ അങ്ങ് വായിച്ചു പൊക്കോണേ. According to section 61, subsection 1, clause D of the Companies Act 2013, a limited company having a share capital, if it is authorized by the articles authorized ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ മെമ്മോറാൻഡം ഓൾട്ടർ ചെയ്യാം. എന്താണ് ഈ മെമ്മോറാൻഡം ഓൾട്ടർ ചെയ്യുക? ക്യാപിറ്റൽ ക്ലോസ് എവിടെയാണുള്ളത്? നമ്മുടെ മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ അല്ലേ? നെയിം ക്ലോസ്, ഒബ്ജക്ട് ക്ലോസ്, രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ്, ക്യാപിറ്റൽ ക്ലോസ്, ഇതൊക്കെ എവിടെ ഉള്ളതാണ്? മെമ്മോറാൻഡം. സോ ക്യാപിറ്റൽ ആണ് നമ്മൾ ഓൾട്ടർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നിങ്ങളുടെ മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ ഓൾട്ടർ ചെയ്താൽ മാത്രമേ നമ്മുടെ ക്യാപിറ്റൽ ക്ലോസ് നമുക്ക് ഓൾട്ടർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓതറൈസ് ക്യാപിറ്റലിനകത്താണ് ചേഞ്ച് വരുത്താൻ വേണ്ടി പോകുന്നത്. സോ നിങ്ങളുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓതറൈസ്ഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ നിങ്ങൾക്ക് ഓൾട്ടർ ചെയ്യാം. To subdivide its shares or any of them into shares of smaller amount than is fixed by the memorandum. So 100 രൂപയിൽ നിന്ന് അവർക്ക് 10 രൂപയായിട്ട് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ they can do it. If it is authorized by AOA, they can alter their memorandum of association and they can subdivide their shares. And that in the subdivision, the proportion between the amount paid and the amount, if any, unpaid on each reduced share shall be the same as it was in the case of share from which the reduced share is derived. Subdivision of shares നടത്തുന്നു എന്ന് പറയുന്നുണ്ട്. അൺപെയ്ഡ് ഷെയർസ് കുറയുന്നു, കൂടുന്നു, അങ്ങനെ എന്തെങ്കിലും എഫക്റ്റഡ് ആകുന്നുണ്ടോ? ഇല്ല.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെക്ഷൻ 61 ആപ്ലിക്കബിലിറ്റി വരുമ്പോൾ തന്നെ 64 വരും. അതിന്റെ ലോജിക് എന്താണെന്നറിയോ? ഓൾട്ടറേഷൻ ഓഫ് ക്യാപിറ്റൽ നടത്തി കഴിഞ്ഞാൽ ROCനെ അറിയിക്കണം എന്ന് പറയുന്നതാണ് സെക്ഷൻ 64. സെക്ഷൻ 64 ഓഫ് ദ ആക്ട് സ്റ്റേറ്റ്സ് ദാറ്റ് a company shall within 30 days of the share capital have been altered അല്ലെങ്കിൽ alteration of share capital in the manner prescribed under section 61 give a notice to the ROC in the prescribed form along with the altered MOA. So 61 വന്നാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഓർത്തോണം 64 വരും. അത് ROCനെ അറിയിക്കണം within a period of 30 days. In the given situations, ഷെയർനായി ലിമിറ്റഡ് അതിന്റെ ഷെയർ ഹോൾഡേഴ്സിനോട് റിക്വസ്റ്റ് ചെയ്യണം, അതായത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓൾട്ടർ ചെയ്യുക, 100ൽ നിന്ന് അവർക്ക് ഫേസ് വാല്യൂ 10 ആയിട്ട് കുറയ്ക്കണം, 20 lakhൽ നിന്ന് അവർക്ക് 2 crore ആയിട്ട് ഇൻക്രീസ് ചെയ്യണം. സോ അക്കോർഡിംഗ് ടു ദ above provision, ഷെയർനായി ലിമിറ്റഡ് ഹാവിംഗ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഓഫ് 20 lakh ഇക്വിറ്റി ഷെയർസ് അവർ അതിന്റെ ഫേസ് വാല്യൂ 100ൽ നിന്ന് 10 ആയിട്ട് കുറയ്ക്കാൻ വേണ്ടി പോവാണ്. അതുപോലെ അവരുടെ 20 lakh എന്നുള്ളത് അവർ 2 crore ആയിട്ട് അവർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പോകും. ഇതൊക്കെ ഈ ഷെയർനായി ലിമിറ്റഡിന് ചെയ്യാൻ വേണ്ടി പറ്റും, provided it is authorized by the articles of association. Hence the request of the shareholders can be considered. അത് കൺസിഡർ അവർക്ക് ചെയ്യാം. The company has to alter the memorandum in accordance with section 30. ഇതൊരു അഡീഷണൽ പോയിന്റ്, ഇത് എഴുതിയില്ലെങ്കിലും വലിയ പ്രശ്നമില്ല. So 61 deals with alteration. 64 ചെയ്ത ഓൾട്ടറേഷൻ ROCനെ അറിയിക്കുന്നു. മെമ്മോറാൻഡം ഓൾട്ടർ ചെയ്യുന്നു എന്ന് പറയുന്നത് 13. So alter എഴുതിയാൽ അടിപൊളി. So section 61 is about alteration, 64 is about intimation to the ROC, 13 is about alteration of MOA. Okay അല്ലേ? ഫൗണ്ടേഷൻ ചാപ്റ്റേഴ്സിൻ്റെ ഓൾറെഡി ലൈവ് ഓൾറെഡി റെക്കോർഡഡ് അതിൻ്റെ നമ്മൾ മാരത്തോൺ സീരീസ് ഓൾറെഡി ഇതിനകത്ത് അപ്ലോഡഡ് ആണ്. നമ്മുടെ ട്രിപ്പിളൈയുടെ യൂട്യൂബ് ചാനലിൽ, മലയാളം യൂട്യൂബ് ചാനലിൽ അപ്ലോഡഡ് ആണ്. സോ യു ക്യാൻ ആക്ച്വലി വാച്ച് ദാറ്റ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് എനിക്ക് ആസ് ഓഫ് നോ അറിയില്ല, നമുക്ക് RTP MTP ഡിസ്കഷൻസ് ഉണ്ടാവും. ഫൈനൽ ആപ്പ് സെഷനെ പറ്റി ഇതുവരെ ഉണ്ടായിട്ടില്ല. ബട്ട് ഇഫ് ദർ ഇസ് എനി കൈൻഡ് ഓഫ് ലൈവ് സെഷൻസ് ഡെഫിനറ്റ്ലി ട്രിപ്പിളൈയുടെ പേജിൽ അത് അവൈലബിൾ ആയിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ. So 2 question, we are done. So one was prospectus, other one was share capital, the next one. Excel Private Limited received 50 lakh from Mr. Giver. Mr. Giver was a director. Giver director ആയിരുന്നു of the company at the time of the transaction. So 50 ലക്ഷം രൂപ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് അത് ഒരു ആളുടെ അടുത്തുനിന്ന് കിട്ടി. അയാൾ കമ്പനിയുടെ ഡയറക്ടറാണ് at the time of the transaction. However, Mr. Giver did not submit any written declaration stating the amount was not given out of the borrowed funds. So കടം കൊടുത്ത ഡയറക്ടർ ഒരു ഡിക്ലറേഷൻ കൊടുത്തിട്ടില്ല, ഇത് ബോറോഡ് ഫണ്ടിൽ നിന്നല്ല. അപ്പോൾ ഇത് ഡെപ്പോസിറ്റ് ചാപ്റ്റർ ആയിരിക്കണം. The company utilizes said funds for business expansion and disclose a receipt of money in the board's report. ആ മേടിച്ച പൈസ കമ്പനിയുടെ ബിസിനസ് എക്സ്പാൻഷന് വേണ്ടി തന്നെയാണ് ഉപയോഗിച്ചത്. എന്നിട്ട് ആ പറയുന്ന പൈസേനെ പറ്റിയിട്ടുള്ള എന്തിനൊക്കെ ഉപയോഗിച്ചതെന്നുള്ളത് അവർ ആ പൈസ കിട്ടിയ കാര്യമൊക്കെ അവർ ബോർഡ്സ് റിപ്പോർട്ടിനകത്ത് ഡിസ്ക്ലോസ് ചെയ്തിട്ടുമുണ്ട്. Considering the provisions of Companies Act 2013, assess the following situation. Was Excel Private Limited compliant with requirements with respect to acceptance of money from Mr. Giver? ഈ പറയുന്ന കമ്പനി ആ ഡയറക്ടറിന്റെ അടുത്തുനിന്ന് പൈസ മേടിച്ചപ്പോൾ കമ്പനീസ് ആക്ടിന്റെ പ്രൊവിഷൻസ് കംപ്ലൈ ചെയ്തിട്ടാണോ ഫണ്ട് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്? If Mr. Giver had given the money out of the funds borrowed from another person, whether this amount will be considered as deposit. Giver എന്ന് പറയുന്ന ഡയറക്ടർ കമ്പനിക്ക് കടം കൊടുത്തപ്പോൾ അതൊരു ബോറോഡ് ഫണ്ടിൽ നിന്നാണ് എടുത്ത് കൊടുത്തത് എന്നുണ്ടായിരുന്നെങ്കിൽ അതിനെ ഡെപ്പോസിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുമോ ഇല്ലയോ എന്നാണ് ചോദ്യം. സോ റൂൾ 2(1)(c) ആണ്. റൂൾ 2 സബ് റൂൾ 1 ക്ലോസ് സി. റൂൾ 2(1)(c) ആണ് ബേസിക്കലി ഇതിനകത്ത് ഡീൽ ചെയ്യുന്നത്. ഒരെണ്ണം ഡെപ്പോസിറ്റ് ആണോ ഡെപ്പോസിറ്റ് അല്ലേ, ഇങ്ങനത്തെ സിമിലർ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. എടാ ഡയറക്ടറിന്റെ അടുത്തുനിന്ന് നമ്മൾ ഞാൻ കമ്പനി ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി. മറ്റേ ഒരു കമ്പനി ആണെങ്കിൽ ഡയറക്ടർ ആസ് വെൽ ആസ് റിലേറ്റീവ് ഓഫ് ദ ഡയറക്ടറിന്റെ അടുത്തുനിന്ന് വേണമെന്നുണ്ടെങ്കിലും കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഡയറക്ടറിന്റെ അടുത്തുനിന്ന് ഫണ്ട് കളക്ട് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. ഡയറക്ടർ ഒരു റിട്ടേൺ കൺസെന്റ് കൊടുത്തിരിക്കണം, അത് റിട്ടേൺ ഡിക്ലറേഷൻ കൊടുത്തിരിക്കണം. ഞാൻ തരുന്ന പൈസ ബോറോഡ് ഫണ്ടിൽ നിന്നല്ല, ഇത് എന്റെ സ്വന്തം പൈസയാണ്. ഇപ്പൊ ഗിഫ്റ്റ് കിട്ടിയ പൈസ എടുത്ത് കൊടുത്തു, മദർ ഗേവ് എ ഗിഫ്റ്റ് ടു ദ ഡയറക്ടർ ആൻഡ് ഡയറക്ടർ ഈസ് ഗിവിംഗ് ദറ്റ് ഫണ്ട് ടു ദ കമ്പനി, കുഴപ്പമൊന്നുമില്ല, അത് ബോറോഡ് ഫണ്ട് അല്ല. റിട്ടേൺ ഡിക്ലറേഷൻ കൊടുത്താൽ മതി, ഇറ്റ് ഇസ് നോട്ട് ഔട്ട് ഓഫ് ദ ബോറോഡ് ഫണ്ട്സ്. ബോറോഡ് ഫണ്ടിൽ നിന്നാണ് എടുത്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ യെസ്, ഇറ്റ് വിൽ ബി കൺസിഡേർഡ് ആസ് എ ഡെപ്പോസിറ്റ് ആസ് പെർ റൂൾ 2(1)(c). Rule 2(1)(c) deals with the exempted deposits. Exempted deposits നെ പറ്റിയിട്ടാണ് പറയുന്നത്. So let us discuss. According to Rule 2, Sub-Rule 1, Clause C of the Company Rules, the following categories of amounts are not considered as deposits. താഴെ പറയുന്നതിനെ നമ്മൾ ഡെപ്പോസിറ്റ് ആയിട്ട് കാണില്ല. Any amount received from a person who at the time of receipt of the amount was a director of a company
or a relative of the director of a private company. Private company ആകുമ്പോൾ ഡയറക്ടറിന്റെ അടുത്തുനിന്ന് മേടിക്കാം, relative of the directorന്റെ അടുത്തുനിന്ന് മേടിക്കാം. However, the director of the company or relative of the director of a private company, as a case may be, from whom the money is received, ആരുടെ നിന്നാണോ കമ്പനിക്ക് പൈസ കിട്ടിയത്, is required to furnish to the company at the time of giving money a declaration in writing to the effect that the amount is not given out of the funds acquired by him by borrowing or accepting loans or deposits from others. Director ആ പൈസ കടം കൊടുക്കുമ്പോൾ റിട്ടേൺ ഡിക്ലറേഷൻ കൊടുക്കണം. ഇറ്റ് ഇസ് നോട്ട് ഔട്ട് ഓഫ് എനി ബോറോഡ് ഫണ്ട്സ്. അവൻ വേറൊരു ലോൺ എടുത്തിട്ടല്ല കൊടുക്കുന്നത്, വേറൊരാളുടെ അടുത്തുനിന്ന് ഡെപ്പോസിറ്റ് പോലെ അക്സെപ്റ്റ് ചെയ്തിട്ടല്ല കൊടുക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് റിട്ടേൺ ഡിക്ലറേഷൻ ഡയറക്ടർ കമ്പനിക്ക് കൊടുത്തിരിക്കണം. എന്നിട്ട് വേണം അത് ബോർഡ്സ് റിപ്പോർട്ടിനകത്ത് ഡിസ്ക്ലോസ് ചെയ്യാൻ. അക്കോർഡിംഗ്ലി ആദ്യത്തെ കേസിൽ പറയാണ് അങ്ങനത്തെ റിട്ടേൺ ഡിക്ലറേഷൻ കൊടുത്തിട്ടില്ല. ഫെയിൽ ടു ഒബ്റ്റെയിൻ എ റിട്ടേൺ ഡിക്ലറേഷൻ മിസ്റ്റർ ഗിവൺ അറ്റ് ദ ടൈം ഓഫ് റിസീവിംഗ് ദ എമൗണ്ട്. ഡിക്ലറേഷൻ മാൻഡേറ്ററി ആണ്, ഫണ്ട്സ് ബോറോഡ് ഫണ്ടിൽ നിന്നല്ല എന്ന് ഉറപ്പ് വരുത്താനായിട്ടാണ്. Therefore, Exert Private Limited was not in compliance with the requirements of the Rule 21C. So, declaration കൊടുക്കണം എന്നുള്ളത് മാൻഡേറ്ററി റിക്വയർമെന്റ് ആണ്. ഇല്ലെങ്കിൽ you are not in compliance with the company rules. ഇനി അടുത്തത്, ഇഫ് മിസ്റ്റർ ഗിവർ ഹാഡ് ഗിവൺ ദ മണി ഔട്ട് ഓഫ് ദ ബോറോഡ് ഫണ്ട്സ്, ഞാൻ പറഞ്ഞു വേറെ ഒരാളുടെ അടുത്തുനിന്ന് ബോറോ ചെയ്തിട്ടോ വേറെ എവിടെന്നെങ്കിലും ലോൺ എടുത്തിട്ടോ അല്ലെങ്കിൽ വേറെ ഒരാളുടെ അടുത്തുനിന്ന് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്തിട്ടോ കമ്പനിക്ക് കടം കൊടുക്കുവാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി കൺസിഡർഡ് ആസ് ഡെപ്പോസിറ്റ്. ഇഫ് മിസ്റ്റർ ഗിവർ ഹാഡ് ഗിവൺ ദ മണി ഔട്ട് ഓഫ് ഫണ്ട്സ് ബോറോഡ് ഫ്രം അനദർ പേഴ്സൺ, ദ ട്രാൻസാക്ഷൻ വുഡ് നോട്ട് ബി എലിജിബിൾ അണ്ടർ എക്സെംപ്റ്റഡ് കാറ്റഗറി ഓഫ് കമ്പനീസ് ആക്ട്. കോൺസിക്വന്റ്ലി ഇറ്റ് വുഡ് ബി ട്രീറ്റഡ് ആസ് എൻ എമൗണ്ട് ഓഫ് ഡെപ്പോസിറ്റ്. അതുകൊണ്ട് അതിനെ ഡെപ്പോസിറ്റ് ആയിട്ടേ കാണുള്ളൂ. അപ്പോൾ പ്രൈവറ്റ് കമ്പനിയുടെ കേസ് ഓർത്തോണം, ഡയറക്ടറിന്റെ അടുത്തു നിന്നും മേടിക്കാം, റിലേറ്റീവ് ഓഫ് ദ ഡയറക്ടറിന്റെ അടുത്തു നിന്നും മേടിക്കാം. ഡിക്ലറേഷൻ കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ, ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് ഔട്ട് ഓഫ് ബോറോഡ് ഫണ്ട്സ്. ഇല്ലെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് ഇൻ കംപ്ലൈൻസ്. ഓക്കെ അല്ലേ? ക്ലിയർ? എടാ ഇത്തവണ ഇത് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ എക്സെംപ്റ്റഡ് ഡെപ്പോസിറ്റ്സും നമ്മുടെ പെർസെൻറ്റേജ് ഇല്ലേ, ഞാൻ ഈ ഡിസ്കസ് ചെയ്യുന്നതിന് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസും കൂടെ അങ്ങ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഈ എക്സെംപ്റ്റഡ് ഡെപ്പോസിറ്റ്സും നമ്മുടെ ലിമിറ്റ്സ് വരുന്നില്ലേ, 35%, 100%, ആ ലിമിറ്റ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ദർ ആർ വെരി ഹൈ ചാൻസസ് യു മൈറ്റ് ഗെറ്റ് ദാറ്റ് ലിമിറ്റ്സ്. അല്ലെങ്കിൽ അക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ്സ് ഫ്രം പബ്ലിക്. കഴിഞ്ഞ പ്രാവശ്യം മറ്റേ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടാട്ടോ ഞാൻ പറയണേ. Yes, so we are going for the next one. Public company ആണെങ്കിൽ it is from the director. Okay, so it is always important to identify the type of company. ഇതേ ക്വസ്റ്റ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ട്വിസ്റ്റ് അടിച്ച് ചോദിക്കാം. ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരാൻ നേരത്തെ അവർക്ക് പറയാം ദ ഫണ്ട് വാസ് ഗിവൺ ബൈ ഇതൊരു പ്രൈവറ്റ് കമ്പനിയാണ്, ഈ ഫണ്ട് തന്നത് റിലേറ്റീവ് ഓഫ് ദി ഡയറക്ടർ ആയിരുന്നു. കുഴപ്പമില്ലടാ, പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ റിലേറ്റീവ് ഓഫ് ദി ഡയറക്ടർ കൊടുത്തോട്ടെ. ജസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് ഔട്ട് ഓഫ് ദി ബോറോഡ് ഫണ്ട്സ്. ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സാക്ട്ലി കട്ട് കോപ്പി പേസ്റ്റ് അല്ലല്ലോ ഇടുക, ഇതിനകത്തൊരു ട്വിസ്റ്റ് ഇടും. അപ്പൊ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഫ്രെയിം ചെയ്യാം. ഓക്കെ, നോ ഈ ക്വസ്റ്റ്യൻ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യും. കാരണം ഇത് ചോദിച്ചിട്ട് കുറച്ച് നാളായി. ഞാൻ ക്ലാസ് എടുത്തപ്പോഴും പറഞ്ഞാണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന്റെ ഡീവിയേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്, 129 subsection 5. That's also very important. Okay, so we're going to read the question. Madan Limited is a partially owned subsidiary. എടാ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്, പാർഷ്യലി ഓൺഡ് സബ്സിഡിയറി ഓഫ് പുരി ലിമിറ്റഡ്. ഓക്കെ, സബ്സിഡിയറി ആണ്, അപ്പോൾ ഡീം ടു ബി പബ്ലിക് ആയേ. holding 90% of its shares. The company does not have any listed securities. കമ്പനിക്ക് listed securities ഒന്നുമില്ല. And it is not in the process of listing. ലിസ്റ്റ് ചെയ്യാനായിട്ട് അവർ ഉദ്ദേശിക്കുന്നുമില്ല on any stock exchange. Puri Limited, the holding company, prepares and files a consolidated financial statement. അതായത് അതിന്റെ ഹോൾഡിംഗ് കമ്പനി എന്ത് ഫയൽ ചെയ്യുന്നുണ്ട്? CFS ഫയൽ ചെയ്യുന്നുണ്ട്. With the ROC in compliance with accounting standards. AS ഫോളോ ചെയ്തിട്ട് തന്നെയാണ് അവർ കൺസോളിഡേറ്റഡ് FS ഫയൽ ചെയ്യുന്നത്. ആരാ ഫയൽ ചെയ്തത്? ഹോൾഡിംഗ് കമ്പനി. ഹോൾഡിംഗ് കമ്പനിയുടെ പേര് എന്താണ്? പുരി ലിമിറ്റഡ്. പുരി ലിമിറ്റഡ് എന്നാണ് ഹോൾഡിംഗ് കമ്പനിയുടെ പേര്. CFS ഫയൽ ചെയ്തിട്ടുണ്ട്. കൺസിഡറിംഗ് ദ എബവ്, ഇതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്, പാർഷ്യലി ഓൺഡ് ആണ്.
Considering the above, analyze and examine the following situation. Is Madan Private Limited required to prepare its own consolidated financial statement? What are the requisite conditions for the same? അപ്പോൾ ഈ പറയുന്ന സബ്സിഡിയറി കമ്പനി സ്വന്തം CFS പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, എന്തൊക്കെ കണ്ടീഷൻസ് ആണ് അവർ ഫോളോ ചെയ്യേണ്ടത്? ഹൗ ഡസ് ഇറ്റ് മാറ്റർ ഇഫ് മദൻ പ്രൈവറ്റ് ലിമിറ്റഡ് ഹാഡ് സെക്യൂരിറ്റീസ് ലിസ്റ്റഡ് ഓൺ എ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്? നിങ്ങളുടെ ആൻസറിന് എന്തെങ്കിലും വ്യത്യാസം വരുമോ ഇതൊരു ലിസ്റ്റഡ് കമ്പനി ആയിരുന്നു എങ്കിൽ? എടാ, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു എക്സെപ്ഷൻസിനകത്ത് പഠിച്ചിട്ടുണ്ട്, അതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, നിങ്ങളൊരു ഹോളി ഓൺഡ് സബ്സിഡറി ആണ്, ഇനി നിങ്ങൾ പാർഷ്യലി ഓൺഡ് ആണെങ്കിലും പ്രശ്നമില്ല, ഓൾ മെമ്പേഴ്സ് അത് എൻടൈറ്റിൽ ടു വോട്ട് ആണെങ്കിലും, അതായത് എൻടൈറ്റിൽ ടു അറ്റൻഡ് ആൻഡ് വോട്ട് ആണെങ്കിലും അല്ലെങ്കിലും എഗ്രി ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് ഒരു ഉദ്ദേശവുമില്ല ലിസ്റ്റ് ചെയ്യാനായിട്ട്, നിങ്ങളുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആൾക്കാർ ഫയൽ ചെയ്തിട്ടുമുണ്ട് എങ്കിൽ നിങ്ങൾ CFS പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ആ പറയുന്ന പ്രൊവിഷനാണ് ഇവിടെ ആപ്ലിക്കബിൾ ആയിട്ട് വരിക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് അഗൈൻ. As per section 129 of Companies Act, where a company has one or more subsidiary or associate company, നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ സബ്സിഡിയറിയോ ഒന്നിൽ കൂടുതൽ അസോസിയേറ്റ് കമ്പനിയോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റാൻഡ് അലോൺ FS കൂടാതെ നിങ്ങൾ എന്തും കൂടെ പ്രിപ്പയർ ചെയ്യണം, കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും കൂടെ പ്രിപ്പയർ ചെയ്യണം. നിങ്ങളുടെ കമ്പനിയുടെ along with your subsidiary, associate company, joint venture company. So if you have more than one associate company, more than one subsidiary company, more than one joint venture company, നിങ്ങളുടെ സ്റ്റാൻഡ് അലോൺ കൂടാതെ you also have to prepare a consolidated financial statement along with your subsidiary companies, associate companies and joint venture companies FS. Now, എങ്ങനെ അത് പ്രിപ്പയർ ചെയ്യേണ്ടത്? വിത്ത് ആപ്ലിക്കബിൾ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. സച്ച് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഷെൽ ഓൾസോ ബി ലേഡ് ഡൗൺ ബിഫോർ ദ ആനുവൽ ജനറൽ മീറ്റിംഗ്. ആ CFS എവിടെ ലേ ഡൗൺ ചെയ്യണം? AGത്തിൽ. എടാ, നമ്മൾ ഓർഡിനറി ബിസിനസ് പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ട്, നമ്മുടെ FSഉം ബോർഡ്സ് റിപ്പോർട്ടും ഓഡിറ്റേഴ്സ് റിപ്പോർട്ടും AGത്തിൽ ലേ ഡൗൺ ചെയ്യണം. ആ FSനകത്ത് എന്തും കൂടെ ഇൻക്ലൂഡഡ് ആണ്, CFSഉം കൂടെ ഇൻക്ലൂഡ് ആണ്. സോ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും FSന്റെ ഭാഗമായിട്ട് AGത്തിൽ നമ്മൾ ലേ ഡൗൺ ചെയ്യണം. എക്സംഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്, അതിനകത്ത് പറയുകയാണ്, according to section 129, the preparation of CFS by a company is not required if it meets the following condition. നിങ്ങൾ CFS പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ താഴെ പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ. നമ്പർ 1, നിങ്ങളൊരു ഹോളി ഓൺഡ് സബ്സിഡറി ആണ്, ഒരു ഹോളി ഓൺഡ് സബ്സിഡറി ആണ്, അല്ലെങ്കിൽ നിങ്ങൾ പാർഷ്യലി ഓൺഡ്, മൊത്തം ഓണ്ടല്ല, പാർഷ്യലി ഓൺഡ് ആണെങ്കിൽ all members, I repeat, majority അല്ല, all members, including those entitled to vote, have been not entitled to vote, have been intimated in writing. The proof of delivery of such intimation is available, and the company do not object to and they do not object to the company not presenting the CFS. അതായത് നിങ്ങൾ ഹോളി ഓൺഡ് സബ്സിഡറി കമ്പനി ആണെങ്കിൽ കുഴപ്പമില്ല, പാർഷ്യലി ഓൺഡ് ആണെങ്കിൽ വോട്ട് ചെയ്യാൻ വരുന്നവരും നോട്ട് എൻറ്റൈറ്റിൽഡ് ടു വോട്ട് ആയിട്ടുള്ള ആൾക്കാരും എഗ്രി ചെയ്തിട്ട് പറയുവാണ്, നമ്മുടെ കമ്പനി CFS പ്രസന്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ്, നിങ്ങൾ ഒരു ലിസ്റ്റഡ് കമ്പനി ആവരുത്, നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ഉദ്ദേശവും പാടില്ല. അതുപോലെ നിങ്ങളുടെ തൊട്ട് മുന്നത്തെ ഹോൾഡിംഗ് കമ്പനി അല്ലെങ്കിൽ അൾട്ടിമേറ്റ്, അതായത് നമ്മൾ പറയത്തില്ലേ ഡീം ടു ബി ബന്ധം, നിങ്ങളുടെ തൊട്ട് മുകളിലത്തെ സബ്സിഡറി ഹോൾഡിംഗ് കമ്പനി ഓർ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഹോൾഡിംഗ് കമ്പനി ഓൾറെഡി AS പ്രകാരം എന്ത് ഫയൽ ചെയ്തിട്ടുണ്ട്? CFS ഫയൽ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ഒന്നെങ്കിൽ ഒരു ഹോളി ഓൺഡ് സബ്സിഡറി ആൻഡ് പാർഷ്യലി ഓൺഡ് ആണെന്നുണ്ടെങ്കിൽ all members entitled to vote ആണെങ്കിലും നോട്ട് entitled to vote ആണെങ്കിലും എഗ്രി ചെയ്യണം. നിങ്ങൾ ലിസ്റ്റഡ് ആകാൻ പാടില്ല, ലിസ്റ്റഡ് ആവാൻ നിങ്ങൾക്ക് ഉദ്ദേശം ഉണ്ടാവരുത്. നിങ്ങളുടെ അൾട്ടിമേറ്റോ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റോ തൊട്ട് മുകളിലത്തെ നിങ്ങളുടെ ഹോൾഡിംഗ് കമ്പനി ഓൾറെഡി CFS AS പ്രകാരം ഫയൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഓക്കെ, നിങ്ങൾ CFS പ്രസന്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അതിന്റെ സെക്കൻഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റൻ ഓർമ്മയുണ്ടോ? നിങ്ങൾ ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ നിങ്ങളുടെ ആൻസർ മാറുമോ? പിന്നെ ഉറപ്പായിട്ടും മാറും. അവർ പറയുന്നത് കണ്ടോ, നിങ്ങളുടെ കമ്പനി ലിസ്റ്റഡ് ആവരുത്, ലിസ്റ്റ് ചെയ്യാൻ ഉദ്ദേശവും പാടില്ല. അങ്ങനത്തെ ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് എക്സംഷൻ ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ ഹാവ് ടു പ്രിപ്പയർ എ CFS. സോ മദൻ പ്രൈവറ്റ് ലിമിറ്റഡ് ക്വാളിഫൈ ചെയ്യുന്നുണ്ട്, ഓൾ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ പ്രൊവൈഡഡ്, സെക്കൻഡ് ആൻസർ മാറും. അതിന് ലിസ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശമുണ്ടെങ്കിൽ ആ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, അപ്പൊ അതുകൊണ്ട് തന്നെ അവർ എക്സംഷൻ കാറ്റഗറിയിൽ വരില്ല. അതുകൊണ്ട് അവർ എന്ത് പ്രിപ്പയർ ചെയ്യണം? കൺസോളിഡേറ്റഡ് FS പ്രിപ്പയർ ചെയ്യണം. സോ നിങ്ങൾ ഈ ഓൾ 3 കണ്ടീഷൻസിൽ വരുവാണെങ്കിൽ മാത്രം, ഇതേ സാധനം തന്നെ ഇവിടെ എഴുതിയിരിക്കുന്നത്, തന്നെയും പിന്നെ നിങ്ങൾ എഴുതണ്ട, ഒറ്റ തവണ എഴുതിയാൽ മതി. പ്രൊവിഷനകത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ കൺക്ലൂഷനകത്ത് ഇൻ ദ ലൈറ്റ് ഓഫ് ദ എബോവ് പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ എഴുതിയാൽ മതി. വിൽ നോട്ട് ഹാവ് ടൈം ടു റൈറ്റ് ഓവർ ആൻഡ് ഓവർ, ജസ്റ്റ് റൈറ്റ് ഇറ്റ് വൺസ്. പ്രൊവിഷനകത്ത് കാണിച്ചാൽ മതി. 3 പാരയിലല്ലേ പ്രസന്റ് ചെയ്യണം. സോ ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ CFS പ്രിപ്പയർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, യു ആർ എക്സംപ്റ്റഡ്. ബട്ട് ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇഫ് യു ഹാവ് ബീൻ ഇന്റൻഷൻ ടു ഗെറ്റ് ലിസ്റ്റഡ്,
you cannot claim this exemption. You have to prepare the CFS according to the accounting standards. Okay, le? This is a very, 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 very important section. CFS. ഇതിനകത്തു തന്നെ ഡീവിയേഷൻ ഫ്രം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അതൊക്കെ ചോദിക്കാറുള്ള ഏരിയാസ് ആണ്. ഇത് ഈ തവണ ഞാൻ പഠിപ്പിച്ചപ്പോഴും പറഞ്ഞാണ്, കുറച്ച് നാളായി ചോദിച്ചിട്ട് ദർ ആർ ഹൈ ചാൻസസ് CFSന്റെ ഏരിയയിൽ നിന്ന് അവർക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. Can we go ahead with the next question? Any clarity required for this? Okay. Okay, then going for the next one. But this was accounts of a company chapter. The CFS is accounts of a company. Next question. ABC Private Limited. ABC Private Limited. So company orthanam, it is a 1% company incorporated in 2024. The company is not appointed a company secretary due to its small scale of operation. Company secretary appoint ചെയ്തിട്ടില്ല, small scale ആയിട്ടാണ് അവർ operate ചെയ്യുന്നത്. At the end of the financial year 2025, the company needs to file its annual return. Annual return file ചെയ്യണം, section 92 ആണ്. The director in the state of dilemma consulted the company law expert whether they need to submit a full-fledged annual return or an abridged version and who should sign the document. എടാ ഞാൻ എപ്പോഴും പറയാറുണ്ട്, 1% കമ്പനി, സ്മോൾ കമ്പനിയോ സച്ച് ദ ക്ലാസോ ക്ലാസ് ഓഫ് കമ്പനി അവർ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യാൻ നേരത്ത് വലിയ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട, അബ്രിജ്ഡ് ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്താൽ മതി. കുഞ്ഞു കമ്പനീസ് ആണ്, ചെറിയ കമ്പനീസ് ആണ്, ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് ആനുവൽ റിട്ടേൺ അവർ ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല. ദേ ക്യാൻ ഫയൽ എ സ്മോൾ ആനുവൽ റിട്ടേൺ. MGT7 വെരി സ്മോൾ ആനുവൽ റിട്ടേൺ. സോ കമ്പനി സെക്രട്ടറി അപ്പോയിന്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളോട് ചോദിക്കണം, എന്ത് എളുപ്പമുള്ള ക്വസ്റ്റൻ ആണ്, ഫുൾ ഫ്ലെജ് വലിയ ആനുവൽ റിട്ടേൺ ആണോ അവർ ഫയൽ ചെയ്യേണ്ടത്, അബ്രിജ്ഡ് ആണോ, അബ്രിജ് വേർഷൻ ആണോ അവർ ഫയൽ ചെയ്യേണ്ടത്. ഫോം നമ്പർ അവിടെ ചെയ്യണം. What form should ABC Private Limited use to file its annual return? Students എപ്പോഴും ചോദിക്കുന്ന ഡൗട്ടാ, ഫോം നമ്പർ പഠിക്കണോ, ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ചോദിച്ചേക്കണോ, വാട്ട് ഫോം നമ്പർ. സോ ഫോം നമ്പർ പഠിക്കണം. ദാറ്റ്സ് വൈ ഇൻസിസ്റ്റ് യു ടു സ്റ്റഡി ദ ഫോം നമ്പർ. ഹൂ ഈസ് ഓതറൈസ്ഡ് ടു സൈൻ ദ ആനുവൽ റിട്ടേൺ? കമ്പനി സെക്രട്ടറി ഇല്ലെങ്കിൽ ഡയറക്ടർ ഒപ്പിട്ടാലും മതി. OPC അല്ലേ. സെക്ഷൻ 92 ആണ് ഡീൽ ചെയ്യുന്ന സെക്ഷൻ. According to section 92 of the Companies Act 2013, every company shall prepare a return, which is referred to as annual return in prescribed form. Prescribed form ഇവിടെ പറയുന്നുണ്ട് MGT7A. അതിനകത്ത് പറയുന്നു 1% company, small company, such other class or class of company shall prepare an abridged annual return in form number MGT7A. Annual return വലുതായിട്ട് ഫയൽ ചെയ്യേണ്ട, അവർ അബ്രിജ്ഡ് ആയിട്ട് ഫയൽ ചെയ്താൽ മതി. 2020-2021 ഇപ്പൊ നിങ്ങൾ ഫിനാൻഷ്യൽ ഇയർ ഫോളോ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. ആൻഡ് സച്ച് an annual return shall be signed by a company secretary. കമ്പനി സെക്രട്ടറി ഇല്ലെങ്കിൽ ഡയറക്ടർ ഓഫ് ദ കമ്പനി ഒപ്പിട്ടാൽ മതി. സോ സെക്ഷൻ 92 റെഡ് വിത്ത് റൂൾ 11. ഇവർ ഈ പറയുന്ന ഇതൊരു 1% കമ്പനിയാണ്. ഇവർ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യാത്ത അബ്രിജ് ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്താൽ മതി. ഫോം നമ്പർ MGT7A. സാധാരണ കമ്പനി ആണെങ്കിൽ MGT7, അതായത് വലിയ ആനുവൽ റിട്ടേൺ, ഫുൾ ഫ്ലെജ്ഡ് ആയിട്ടുള്ള ആനുവൽ റിട്ടേൺ ആണെങ്കിൽ MGT7. സാധാരണ കമ്പനീസ് ആണെങ്കിൽ 1% കമ്പനി, സ്മോൾ കമ്പനി, അതർ ക്ലാസ് ഓഫ് കമ്പനീസ് ആണെങ്കിൽ അതർ ക്ലാസ് ഇല്ല. സോ അവരാണെന്നുണ്ടെങ്കിൽ MGT7A. അതാണ് ഇവിടെ പറയുന്നത്. ഇൻ ദ ആബ്സെൻസ് ഓഫ് എ കമ്പനി സെക്രട്ടറി, ആനുവൽ റിട്ടേൺ ആര് ഫയൽ ചെയ്താൽ മതി, ആ സോൾ ഡയറക്ടർ മാത്രം സൈൻ ചെയ്താൽ മതി. കമ്പനി സെക്രട്ടറി ഉണ്ടെങ്കിൽ കമ്പനി സെക്രട്ടറി ഒപ്പിടും. കമ്പനി സെക്രട്ടറി ഇല്ല എന്നുണ്ടെങ്കിൽ ഡയറക്ടർ ഒപ്പിട്ടാൽ മതി. ഓക്കെ അല്ലേ. സാധാരണ കമ്പനി ആണെങ്കിൽ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് റിമൈൻഡിങ് യു ഇറ്റ് ഇസ് MGT7. 1% company and small company ആയതുകൊണ്ട് MGT7A. Section 92 read with rule 11. Okay. Now going for the next one. ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആണ്, റൊട്ടേഷൻ ഓഫ് ഓഡിറ്റേഴ്സ്. Mr. Sharma and Associates is an audit firm with 2 partners, Mr. Sharma and Mr. Raj. രണ്ട് partners ഉള്ള ഷർമയും Mr. Rajum. Mr. Raj is also a partner in another audit firm.
സോ മിസ്റ്റർ രാജ് എന്ന് പറയുന്ന വ്യക്തി വേറൊരു സ്ഥലത്തും പാർട്ട്ണറാണ്. ഓക്കെ, another audit firm, Messrs. Mehta and Associate. Messrs. Sharma and Associate was appointed as a statutory auditor for Bright Future Limited. Bright Future Limited എന്ന് പറയുന്ന കമ്പനിക്ക് അതൊരു ലിസ്റ്റഡ് കമ്പനിയാണ്, ഓൺ വിച്ച് പ്രൊവിഷൻസ് റിലേറ്റഡ് ടു റൊട്ടേഷൻ ഓഫ് ഓഡിറ്റേഴ്സ് ഇസ് ആപ്ലിക്കബിൾ. റൊട്ടേഷൻ ഓഫ് ഓഡിറ്റേഴ്സിന്റെ സെക്ഷൻ ഓർമ്മയുണ്ടോ? 139 subsection 2. A listed company for 2 consecutive terms of 5 years from 2017 to 2027. If Bright Future Limited now wants to appoint Messrs. Mehta and Associates. So, Mr. Sharma and Mr. Raj എന്ന് പറയുന്നത് ഈ പറയുന്ന ഫേമിന്റെ പാർട്ട്നേഴ്സ്. ഇവിടെ മിസ്റ്റർ രാജ് എന്ന് പറയുന്ന ഈ പുള്ളിക്കാരൻ മെഹത്ത ആൻഡ് അസോസിയേറ്റ്സിലും പാർട്ട്ണറാണ്. ഈ ബ്രൈറ്റ് ഫ്യൂച്ചർ ലിമിറ്റഡ് ഓഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ശർമ്മയാണ്. പക്ഷേ ഇപ്പൊ അവരുടെ പീരീഡ് കഴിഞ്ഞു. റൊട്ടേഷൻ ഓഫ് ഓഡിറ്റേഴ്സ് ആപ്ലിക്കബിൾ ആണെങ്കിൽ, ഇൻഡിവിജ്വൽ ആണെങ്കിൽ 1 term of 5 consecutive years. മറ്റേ നമ്മുടെ ഫേമിനാണ് അപ്പോയിന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 2 terms of 5 consecutive years. So 10 years ആണ് ടോട്ടൽ. ഇപ്പോൾ ഓൾറെഡി അവർ 10 years കംപ്ലീറ്റഡ് ആയി. അപ്പം മെഹത്ത ആൻഡ് അസോസിയേറ്റ്സിനെ പുതിയതായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി പോവുക. അങ്ങനെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല. ഓൾഡ് സർട്ടിഫൈങ് പാർട്ട്ണർ ഇവിടെ വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതായത് മിസ്റ്റർ രാജ് ഇവിടെ ഓൾറെഡി മറ്റേ മിസ്റ്റർ മെഹത്തയിൽ പാർട്ട്ണർ ആയതുകൊണ്ട് മിസ്റ്റർ മെഹത്തയ്ക്കും എന്തായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അവർക്ക് ബ്രൈറ്റ് ഫ്യൂച്ചറിന് ആരെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല? മെഹത്തേനെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല. രണ്ടുപേരും ആ കൂൾ ഓഫ് പീരീഡ് കഴിഞ്ഞിട്ട് മാത്രമേ എലിജിബിൾ ആവുള്ളൂ. കൂൾ ഓഫ് പീരീഡ് എത്ര നാളാണ്? 5 years ആണ്. ടേക്ക് എ കൂൾ ഓഫ് പീരീഡ് ഫോർ 5 years ആൻഡ് ദെൻ വേണമെന്നുണ്ടെങ്കിൽ മെഹത്ത ആൻഡ് അസോസിയേറ്റ്സിനെ ബ്രൈറ്റ് ഫ്യൂച്ചർ ലിമിറ്റഡിന് ഓഡിറ്ററായിട്ട് അപ്പോയിന്റ് ചെയ്യാം. കാരണം പഴയ പാർട്ട്ണർ ഇവിടെ വന്നിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ പഴയ പാർട്ട്ണർ ഇവിടെ കോമൺ പാർട്ട്നേഴ്സ് ആണ്. കോമൺ പാർട്ട്നേഴ്സ് ഉള്ളതുകൊണ്ട് യു കനോട്ട് അപ്പോയിന്റ് മെഷേഴ്സ് മെഹത്ത ആൻഡ് അസോസിയേറ്റ് ആസ് എ auditor of Bright Future Limited. 139 subsection 2, rotation of auditors is applicable to a listed company. ആ മൊത്തം 139 subsection 2 നിങ്ങൾ ക്ലിയർ ആയിട്ട് സ്പെസിഫൈ ചെയ്യണം കേട്ടോ. As per section 139 subsection 2 of the Companies Act 2013, listed company in such class or class of company, ഇവർ പറഞ്ഞിട്ടില്ല പക്ഷെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയണം, shall not appoint or reappoint an audit firm as an auditor for 2 terms of 5 consecutive years. Maximum 2 terms only, 1 term on 5 years. So 5 plus 5, 10 years in total. Further, on the date of appointment, audit firm shall not have any partner who were or who are other partners of other firm. അതായത് കോമൺ പാർട്ട്നേഴ്സ് പാടില്ല. whose tenure has been expired in a company immediately preceding financial year. പഴയ ഓഡിറ്റ് ഫോമിന്റെ ഓൾറെഡി കഴിഞ്ഞിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കോമൺ പാർട്ട്നേഴ്സ് ഉണ്ട് അപ്പോയിന്റ് ചെയ്യാൻ പാടില്ല. സോ ബ്രൈറ്റ് ഫ്യൂച്ചർ ലിമിറ്റഡിന് മെഷേഴ്സ് മെഹത്ത ആൻഡ് അസോസിയേറ്റ്സിന് ഓഡിറ്ററായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം തൊട്ട് മുന്നേ ശർമ്മ ആൻഡ് അസോസിയേറ്റ്സ് ആയിരുന്നു. അവിടെ രാജ് എന്ന് പറയുന്ന പാർട്ട്ണർ ഓൾറെഡി മെഹത്തയിലും പാർട്ട്ണറാണ്. കോമൺ പാർട്ട്നേഴ്സ് വന്നു, രണ്ടുപേരും ഇൻഎലിജിബിൾ ടു ബി അപ്പോയിന്റഡ് ആണ്. 5 years in a cool off period കഴിഞ്ഞിട്ട് അപ്പോയിന്റ് ചെയ്യാം. Just mention about the cool off period. Yeah, since Mr. Raj is a common partner in both of the firms, cooling period of 5 years before either of these firms can be appointed. മെഹത്തേനെ അപ്പോയിന്റ് ചെയ്യണമെങ്കിലും ഷർമേനെ അപ്പോയിന്റ് ഏത് ഫേമിനെ അപ്പോയിന്റ് ചെയ്യണമെങ്കിലും 5 year cool off period കഴിഞ്ഞിട്ടിരിക്കണം. എങ്കിൽ മാത്രമേ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ആ 5 years അവർ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുക. 2017 കഴിഞ്ഞു, 18, 19, 20, 21, 22 അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അപ്പോയിന്റ് ചെയ്യാം. ഇയർ 2000 അവർ കമ്പ്യൂട്ട് ചെയ്ത ഇയർ just a second. 27 out of 7. I thought 2007. So 2020, 7 plus 5. 20, 29, 30, 31, 32. 32 ആകുമ്പോൾ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പോയിന്റ്. കറക്റ്റ് 5 years. I thought it is 2007 to 17. അങ്ങനെ പറഞ്ഞു കേട്ടോ. 17 to 27 ആണ്. 5 years കഴിഞ്ഞിട്ട് 2032 ശേഷം അപ്പോയിന്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഓക്കെ അല്ലേ? Can we go ahead? We are done with Companies Act. I hope all questions are clear. So the first question was prospectus and allotment. Second was share capital. The third was deposits. Fourth was accounts of a company. The next one was management administration. Annual return is management administration, and this was audit and auditors. Okay. Okay. So we are going to start with the next act. Easy അല്ലേ? ഇതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ സോൾവ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റി പിടിക്കുമായിരുന്നു എങ്കിൽ വൈൻഡിങ് അപ്പിൽ നിന്നൊരു വിമോചനമുണ്ട്. ബട്ട് ഓൾ ദീസ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. നമ്മളിതിന് LLP കുറേ പഠിച്ചാൽ അവർ ചോദിച്ചേക്കുന്ന ആകെ ഒരു ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് സ്മോൾ LLP? നെവർ ഹാപ്പി വിത്ത് LLP's ക്വസ്റ്റ്യൻസ്. കൂളിംഗ് പീരീഡിന്റെ ടൈമിൽ ഒരു ഫേമിനെ അപ്പോയിന്റ് ചെയ്താൽ അവരെ 5 year കഴിഞ്ഞാൽ പിന്നെന്താ റീഅപ്പോയിന്റ് ചെയ്യാതിരുന്നാൽ മതിയല്ലോ.
ആദ്യം ഒരു 1 ടേമിലേക്ക് അപ്പോയിന്റ് ചെയ്യുന്നു, ആ 1 ടേം കഴിഞ്ഞിട്ട് അടുത്ത റീഅപ്പോയിന്റ്മെന്റ് വരാതിരിക്കുമ്പോൾ മറ്റേ നമ്മൾ ഒരു പ്രൊവിഷൻ പഠിച്ചിട്ടില്ലേ, റിട്ടയറിംഗ് ഓഡിറ്റർ നോട്ട് ബീങ് റീഅപ്പോയിന്റഡ്. അതായത് നമ്മൾ കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്താൽ മതി, ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി വേറൊരാളെ അപ്പോയിന്റ് ചെയ്താൽ മതി, എന്നിട്ട് ഇന്റിമേറ്റ് ചെയ്താൽ മതി. നോട്ട് നെസസറി ദാറ്റ് കറക്റ്റ് അവരെ 10 years തന്നെ അപ്പോയിന്റ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഫസ്റ്റ് ടേം കഴിഞ്ഞിട്ട് റീഅപ്പോയിന്റ് ചെയ്യേണ്ടെങ്കിൽ ചെയ്യേണ്ട, നോ പ്രോബ്ലം. റിമൂവൽ ആണെന്നുണ്ടെങ്കിൽ CGയുടെ പെർമിഷൻ എടുക്കണം. 5 yearനുള്ളിൽ അവരെ മാറ്റണം എന്നുണ്ടെങ്കിൽ റിമൂവൽ ആണ്, റിമൂവലിന്റെ പ്രൊവിഷൻസ് ആപ്ലിക്കബിൾ ആവും. ഒരു ടേം കഴിഞ്ഞ് അടുത്ത ടേമിലേക്ക് റീഅപ്പോയിന്റ് ചെയ്യണമെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അവരെ ഇന്റിമേറ്റ് ചെയ്യുക, SR പാസ്സാക്കുക. ഓക്കെ അല്ലേ? LLPs. Very easy question. JEET LLP is a small scale consulting firm for the financial year 2024-25. The firm reported a local contribution of 20 lakh. അപ്പോൾ കോൺട്രിബ്യൂഷൻ എപ്പോഴും കുട്ടികളെ തെറ്റിക്കുന്ന ഒരു കാര്യം പറയാം, ഈ LLP വരാത്ത പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷനും ടേൺ ഓവറും ആണ് വരുന്നത്. അതുപോലെ P&L എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് സോൾവൻസി. സോ ടോട്ടൽ കോൺട്രിബ്യൂഷൻ വരുന്നത് 20 lakh ആണ്, ആനുവൽ ടേൺ ഓവർ വന്നത് 35 lakh ആണ് ആസ് പെർ ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് സോൾവൻസി. LLP intends to avail benefits granted to the small LLP under the LLP Act 2008. അപ്പോൾ സ്മോൾ LLP ആണോ അല്ലയോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് ടോട്ടൽ കോൺട്രിബ്യൂഷൻ എക്സീഡ് ചെയ്തിട്ടുണ്ടോ, അറ്റ് ദ സെയിം ടൈം ആനുവൽ ടേൺ ഓവർ എക്സീഡ് ചെയ്തിട്ടുണ്ടോ, ഈ രണ്ട് കാര്യങ്ങൾ മാത്രം നമ്മൾ നോക്കിയാൽ മതി. സോ നമ്മുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 25 lakh ആണ്, ആൻഡ് ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ 40 lakh ആണ്. രണ്ടും എക്സീഡ് ചെയ്തിട്ടില്ല. ബേസ്ഡ് ഓൺ ദ financial details, determine whether JEET LLP qualifies as a small LLP. Small LLP ആയിട്ട് ക്വാളിഫൈ ചെയ്യുന്നുണ്ടോ? JEET LLP plans to expand its business and project and resulting turnover exceeds 50 crore in the next financial year. Determine the legal position as to the nature of the LLP as a small LLP. അപ്പോൾ ലിമിറ്റ് ടേൺ ഓവർ അവർക്ക് എക്സീഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ സ്മോൾ LLP ആക്കാൻ വേണ്ടി പറ്റുമോ? നോ, നോ. സെക്കൻഡ് കേസിൽ സ്മോൾ LLP ക്ലെയിം ചെയ്യാൻ വേണ്ടി അവർക്ക് പറ്റൂല. ഇതാ according to section 2 clause 1 subclause TA of the LLP Act 2008, LLP is classified as a small LLP if contribution does not exceed 25 lakh. Students ഉള്ള ഡൗട്ട് ഇപ്പോഴേ ക്ലാരിഫൈ ചെയ്യാം. എടാ സ്മോൾ കമ്പനി നമ്മൾ പഠിക്കുന്ന പോലെ ഓർ സച്ച് അതർ ഹയർ എമൗണ്ട് പ്രിസ്ക്രൈബ്ഡ് അപ് ടു 5 crore. എടാ ഇപ്പോഴല്ല 5 കോടി, ഭാവിയിൽ 25 ലക്ഷം എന്നുള്ളത് 5 കോടി വരെ ആക്കാം എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ലിമിറ്റ് എത്രയാണ്? 25 lakh. ഹിയർ കോൺട്രിബ്യൂഷൻ ഓഫ് JEET ലിമിറ്റഡ് ഇസ് 20 lakh which is within the limit. So 25 lakh. അപ്പോൾ കുട്ടികളുടെ ഡൗട്ട് ഈ രണ്ടെണ്ണത്തിൽ 5 കോടി ഉണ്ടല്ലോ. എടാ ഇപ്പോഴത്തെ ലിമിറ്റ് 5 കോടിയല്ല, ഇപ്പോഴത്തെ ലിമിറ്റ് 25 lakh ആണ്. ഭാവിയിൽ 25 lakh എന്നുള്ളത് അവർക്ക് 5 CR വരെ ആക്കാം. സോ ആദ്യത്തെ കോൺട്രിബ്യൂഷൻ അവർക്ക് നമ്മുടെ ക്വസ്റ്റിൽ 20 lakh ഉള്ളൂ, which is within the limit. കണ്ടീഷൻ ആൻഡ് ആണ്, രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. Turnover does not exceed 40 lakh or such other higher amount 50 crore. ഭാവിയിൽ 50 crore വരെ അവർക്ക് ആക്കാം. ഇതുവരെ ആക്കിയിട്ടില്ല, ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ ഇറക്കി ആക്കാൻ വേണ്ടി പറ്റും. ഹിയർ ടേൺ ഓവർ ഓഫ് JEET ലിമിറ്റഡ് 35 lakh ഉള്ളൂ, അതും വിതിൻ ദ ലിമിറ്റ് ആണ്. സോ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് JEETനെ സ്മോൾ LLP ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ക്ലാസിഫൈ ചെയ്യാം. പക്ഷെ ടേൺ ഓവർ 50 കോടിയിൽ എക്സീഡ് ചെയ്യുമ്പോൾ നോ ലോങ്ങർ മീറ്റിംഗ് ദ റിക്വയർമെന്റ്സ്. ഈ 50 crore നോക്കരുത്, ഇപ്പോഴത്തെ ലിമിറ്റ് എത്രയാണ്? 40 lakh ആണ്. സോ 25 lakh 40 lakh കോൺട്രിബ്യൂഷൻ 25 lakh എക്സീഡ് ചെയ്യുമ്പോൾ ആൻഡ് ടേൺ ഓവർ 40 lakh എക്സീഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഐദർ ഓഫ് ദിസ് ഏതെങ്കിലും ഒരെണ്ണം എക്സീഡ് ചെയ്താൽ പോലും സ്മോൾ LLP എന്ന് പറയുന്ന കാറ്റഗറിക്കകത്ത് അവരെ ഇടാൻ വേണ്ടി പറ്റൂല. സോ 50 crore എക്സീഡ് ചെയ്യുമ്പോൾ പിന്നെ അവർക്ക് റെഗുലർ പ്രൊവിഷൻസ് ആയിരിക്കും ആപ്ലിക്കബിൾ ആകാൻ വേണ്ടി പോകുന്നത്. സ്മോൾ LLP എന്നുള്ളൊരു ക്ലെയിം അവർക്ക് എടുക്കാൻ വേണ്ടി പറ്റൂല. അഗൈൻ ക്ലിയർ? വെരി വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇത്രയും നാൾ മൈൻഡിങ് അപ്പ് ആയിരുന്നു, അതിൽ നിന്നൊരു മോചനം. Okay, so there is this question I found it different. ഇത്ര നാളും ചോദിച്ചിട്ടില്ല ജനറൽ ക്ലാസ്. ഇത്ര നാളെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ലൈക്ക് എ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. Every attempt they'll ask this question, or it's like every alternate attempt you get this question from general class. No, general class interpretation പൊതുവെ repeated question ആണ്. So നമുക്ക് തന്നെ എഴുതാൻ വേണ്ടി പറ്റും, not like we cannot write it or anything, but yeah, since it's something, it's not like that sort of a question where we see every alternative attempt or every attempt. Probably you can just mark it as read before exam. ഒന്ന് വായിക്കാം. ജനറൽ ക്ലോസിന്റെ ക്വസ്റ്റ് ആണ്. മിസ്റ്റർ N is caught stealing a cycle, an offense punishable under the Indian Penal Code. N എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ബൈസൈക്കിൾ മോഷ്ടിക്കുന്നു, ഒരു ഒഫൻസ് ആണ്,
മറ്റേ തെഫ്റ്റ് ആണ്. സോ ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം ഇപ്പൊ IPC അല്ല, ബട്ട് ജനറലി ക്വസ്റ്റ്യൻ ജനറൽ ക്ലോസിൽ കിടക്കുന്നതുകൊണ്ട് പറയുന്ന കേട്ടോ. അക്കോർഡിംഗ് ടു സെക്ഷൻ 379 ഓഫ് ദ IPC, ദ പണിഷ്മെന്റ് ഫോർ തെഫ്റ്റ് വാസ് ചാർജ് അഗെയിൻസ്റ്റ് ഹിം. സോ മറ്റേ കട്ടെടുത്തതിനുള്ള ആ പണിഷ്മെന്റ് അവൻ അഗേൻസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്തു. എലാബറേറ്റ് ഹൗ ദ ടേം ഇംപ്രിസൺമെന്റ് levied under the General Clause Act can be applied in line with relevant laws specified under the IPC. Imprisonment എന്നുള്ളൊരു സംഭവം എങ്ങനെ ആപ്ലിക്കബിൾ ആക്കും, അതായത് ജനറൽ ക്ലോസ് ആക്ട് പ്രകാരമാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ഇംപ്രിസൺമെന്റ് ആപ്ലിക്കബിൾ ആക്കും? എടാ കോർട്ടിന് ഇപ്പൊ നമ്മൾ ലോയ്ക്കകത്ത് പല സ്ഥലത്ത് കണ്ടിട്ടില്ലേ, പണിഷ്മെന്റ് വിത്ത് ഫൈൻ ആൻഡ് ഇംപ്രിസൺമെന്റ് വിച്ച് മേ എക്സ്റ്റെൻഡ് അപ് ടു 5 years 10 years അല്ലെങ്കിൽ ജസ്റ്റ് ഫൈൻ ആൻഡ് ഇംപ്രിസൺമെന്റ് അല്ലെങ്കിൽ ബോത്ത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഇംപ്രിസൺമെന്റ് എന്ന് പറഞ്ഞൊരു വാക്ക് അവിടെ ഉപയോഗിക്കുമ്പോൾ ഓർത്തോണം, രണ്ട് രീതിയിൽ കോർട്ടിന് ചെയ്യാം. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇംപ്രിസൺമെന്റ് കൊടുക്കാം, സേ 3 months ഓർ 5 months സിമ്പിൾ ഇംപ്രിസൺമെന്റ് കൊടുക്കാം, അല്ലെങ്കിൽ ഭയങ്കര റിഗ്രസ് ആയിട്ട് അവർക്ക് കൊടുക്കാം. അതായത് എക്സ്ട്രീം സ്റ്റെപ്പ് എടുത്തിട്ട് 10 years വരെ പോകാം, 8 years വരെ പോകാം, 7 years വരെ പോകാം. അത് കോർട്ടിന് ഡിസ്ക്രിപ്ഷനിലായിരിക്കും അവർ ഇംപ്രിസൺമെന്റ് തീരുമാനിക്കുക. ദാറ്റ് ഇസ് സം ക്വസ്റ്റ്യൻ വിച്ച് ഐ ഹാവ് നോട്ട് സീൻ. അങ്ങനെ അത് മാത്രം നിങ്ങൾക്ക് റീഡ് ബിഫോർ എക്സാം കൊടുക്കാം കേട്ടോ. അക്കോർഡിംഗ് ടു സെക്ഷൻ 3 clause 27 സെക്ഷൻ വേണ്ട states that imprisonment shall mean imprisonment of either description as defined under the Indian Penal Code. എന്താണോ IPC എഴുതിയേക്കുന്നത് അപ്രകാരം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതതായ ആക്ട് എന്ത് പറയുന്നു അതുപോലെ തന്നെ കേൾക്കുക, അതില്ലെങ്കിൽ ജനറൽ ക്ലോസ് ആക്ട് വന്ന് റെഫർ ചെയ്യുക. By section 53 of the Indian Penal Code, the punishment to which offenders are liable under the code are imprisonment which is of two description, namely rigorous punishment ഉണ്ട്, that is hard labor, അല്ലെങ്കിൽ സിമ്പിൾ ഉണ്ട്. സോ ആക്ട് ഒരു ഒഫൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പണിഷബിൾ വിത്ത് ഇംപ്രിസൺമെന്റ് എന്ന് പറഞ്ഞാൽ കോർട്ടിന്റെ ഡിസ്ക്രിപ്ഷനിൽ കോർട്ടിന് അത് റിഗറസ് ആയിട്ടോ സിമ്പിൾ ആയിട്ടോ തീരുമാനിക്കാം. സോ ജനറൽ ക്ലോസ് ആക്ട് പ്രകാരം ഇംപ്രിസൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണോ അതത് ആയ ആക്ട് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ആ രീതിയിലായിരിക്കും ഇംപ്രിസൺമെന്റ് പോവുക. സോ കോർട്ടിന് ഒന്നുകിൽ റിഗറസ് ഇംപ്രിസൺമെന്റ് പറയാം അല്ലെങ്കിൽ സിമ്പിൾ ഇംപ്രിസൺമെന്റ് പറയാം. സോ കോർട്ടായിരിക്കും അത് തീരുമാനിക്കുക. സോ ഈ പറയുന്ന കേസിൽ ഇതൊരു മൈനർ തെഫ്റ്റ് ആണ്, ബിലീവ്സ് ഡസ് നോട്ട് വാണ്ട് ഹാർഷ് പണിഷ്മെന്റ്, ഇറ്റ് മൈറ്റ് സെന്റൻസ് ഹിം ടു എ സിമ്പിൾ ഇംപ്രിസൺമെന്റ്. അതൊരു ചെറിയ തെഫ്റ്റ് ആയതുകൊണ്ട് ഒരു ബൈസൈക്കിൾ മോഷ്ടിക്കുന്ന അത്ര വലിയ കാര്യമല്ല എന്ന് കൺസിഡർ ചെയ്യുവാണെങ്കിൽ സിമ്പിൾ ഇംപ്രിസൺമെന്റ് ആയിരിക്കും കൊടുക്കുക. അല്ല അതിനെ ഒരു തെഫ്റ്റിനെ തന്നെ കൺസിഡർ ചെയ്യുന്നത് ഒരു റിഗറസ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ റിഗറസ് ആയിട്ടുള്ള ഇംപ്രിസൺമെന്റ് ആയിരിക്കും കൊടുക്കുക. അത് കോർട്ടിന്റെ ഡിസ്ക്രിപ്ഷനിലായിരിക്കും ഇംപ്രിസൺമെന്റ് വരിക. കറക്റ്റ് സിദ്ധാർത്ഥ്. മെയിൻ എക്സാമിൽ ഇത്രയൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് വൈൻഡിങ് അപ്പ്. Okay അല്ലേ? Any doubt in this General Clause Act? One act where students basically don't like, apart from my May 2025 online students, they really liked General Clause and interpretation. So ജനറൽ ക്ലോസ് വിട്ട കുട്ടികളുണ്ടെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് യു ഗോ ത്രൂ ദിസ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ അങ്ങനെ കണ്ടിട്ടില്ല, ഇനി അത് RTPയിൽ ഇട്ടുകൊണ്ട് അവർ പറയും ഞങ്ങൾ RTPയിൽ ഇട്ടിരുന്നല്ലോ, നിങ്ങൾക്ക് നോക്കാമായിരുന്നല്ലോ എന്നൊക്കെ പറയും. സോ ജസ്റ്റ് ഗോ ത്രൂ ദിസ് ക്വസ്റ്റ്യൻ. സെക്ഷൻസിന് അത്ര റിലവൻസ് കൊടുക്കേണ്ട ജനറൽ ക്ലോസിനകത്ത്, ഈവൻ ഇഫ് യു റൈറ്റ് അക്കോർഡിംഗ് ടു ദ പ്രൊവിഷൻസ് ഓഫ് ജനറൽ ക്ലോസ് ആക്ട്, ഇറ്റ്സ് ഓക്കെ. RTPയിൽ തന്നതുകൊണ്ട് വേണമെങ്കിൽ സെക്ഷൻ കൺസിഡർ ചെയ്യാം എന്നേ ഉള്ളൂ. ഓക്കെ, കെൻ വി ഗോ ഹെഡ്? എനി ഡൗട്ട്സ് വിത്ത് ദ ജനറൽ ക്ലോസ് ആക്ട്? ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ? എടാ അത് രണ്ട് രീതിയിൽ എഴുതാം കേട്ടോ. ഇത് ഭയങ്കര റിഗറസ് ആയിട്ട് പറയുകയാണെങ്കിൽ അപ്രകാരം പോവും, അത്രേ ഉള്ളൂ. കണ്ടോ, കോർട്ട് അതിനെ ഒരു ക്രിമിനൽ ബിഹേവിയർ ആയിട്ട് കാണുവാണെങ്കിൽ റിഗറസ് ഇംപ്രിസൺമെന്റ് വരും. അതിനെ മൈനർ തെഫ്റ്റ് ആയിട്ട് കാണുവാണെങ്കിൽ ഹാർഷ് പണിഷ്മെന്റ് കാണൂല, സിമ്പിൾ ആയിട്ട് കാണുള്ളൂ. അല്ല തെഫ്റ്റേ തെറ്റാണ്, അതൊരു ക്രിമിനൽ ബിഹേവിയറിലോട്ട് പോയേക്കാം എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ റിഗറസ് വരും. രണ്ട് രീതിയിലും അങ്ങ് എഴുതിയാൽ മതി. ഓക്കെ. Also, again, this is something which you can actually write, but yeah, something a bit different. What is the meaning and legal significance of the principle generalia specialibus non derogant? Explain with an example. It is specific words are there, somewhat ഒരു മാറ്റവും ഇല്ല, വാക്കുകളൊക്കെ കണ്ടിട്ട് പേടിക്കണ്ട. It means എന്നൊക്കെ വായിച്ച് കേൾപ്പിക്കുമ്പോൾ it's very simple. Then a general law and a specific law addresses the same subject matter. General lawയും അതുപോലെ സ്പെസിഫിക് ലോയും ഒരു സബ്ജക്ട് മാറ്റർ അഡ്രസ് ചെയ്യുന്ന സമയത്ത് സ്പെസിഫിക് ലോ ആയിരിക്കും പ്രിവെയിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ എപ്പോഴും പറയാറില്ലേ, മറ്റേ എന്തെങ്കിലും സ്പെഷ്യൽ ആക്ടിനകത്ത് കവേർഡ് ആണെങ്കിൽ ആ സ്പെഷ്യൽ ആക്ട് പറയുന്നതാണ് കേൾക്കേണ്ടത്. അപ്പോൾ ജനറൽ ലോയും സ്പെസിഫിക് ലോയും ഒരേ സബ്ജക്ട് മാറ്ററാണ് ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ സ്പെസിഫിക് ലോ ആണ് പ്രിവെയിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. This ensures that special law designed for particular situations are not overridden or by general provisions. നമ്മൾ എപ്പോഴും പറയാറില്ലേ, മറ്റേ
മറ്റേ ഒരു കമ്പനീസ് ആക്ടിനകത്തും കവേർഡ് ആണ്, IRDA-നകത്തും കവേർഡ് ആണ്. ഇൻഷുറൻസ് കമ്പനി ആണെങ്കിൽ IRDA-ക്ക് അകത്തൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അവർ പറയുന്ന കേൾക്കുക. ബാങ്കിങ് കമ്പനി ആണെങ്കിൽ ബാങ്കിങ് കമ്പനി പറയുന്ന റെഗുലേഷൻ ആക്ട് പറയുന്നത് കേൾക്കുക. അപ്പോൾ സ്പെസിഫിക് ലോ ഉണ്ടെങ്കിൽ സ്പെസിഫിക് ലോ പറയുന്നത് കേൾക്കുക, എന്നിട്ട് ജനറൽ ലോ വന്ന് നോക്കിയാൽ മതി. സോ ജനറൽ ലോ, ഓൾ കോൺട്രാക്ട് മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ് ടു ബി എ ലീഗലി എൻഫോഴ്സിബിൾ. സ്പെസിഫിക് ലോ പറയാണ് ഓറൽ കോൺട്രാക്ട് ഫോർ ദ സെയിൽ ഓഫ് ഗുഡ്സ് അണ്ടർ 5,000 ഇസ് ലീഗലി വാലിഡ്. സോ ഏതാണ് അവിടെ കറക്റ്റ് ആകാൻ വേണ്ടി പോകുന്നത്? സ്പെസിഫിക് ലോ. ജനറലി പറയാണ് കോൺട്രാക്ട് ഇൻ റൈറ്റിംഗ് ആയാലേ വാലിഡ് ആവുള്ളൂ. സ്പെസിഫിക് ലോ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിനകത്ത് പറയാണ് ഓറലി ഇങ്ങനെ കോൺട്രാക്റ്റിലോട്ട് ഏർപ്പെട്ടാലും അത് വാലിഡാ എന്ന് പറഞ്ഞാൽ അത് വാലിഡ് തന്നെയാണ്. സോ ജനറൽ ലോ, സ്പെസിഫിക് ലോ ഒരു സബ്ജക്ട് മാറ്ററിനെ ഡീൽ ചെയ്യുന്ന സമയത്ത് സ്പെസിഫിക് ലോ ഒരു കാര്യം പറയുവാണെങ്കിൽ സ്പെസിഫിക് ലോ പറയുന്നത് പോലെ തന്നെ നമ്മൾ കേൾക്കണം. അത്രേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ. ജനറൽ ലോ ഒരിക്കലും ഓവർ റൈഡ് ചെയ്യരുത് സ്പെസിഫിക് ലോവിനെ, അത്രേ ഉള്ളൂ. ജനറൽ ലോ ഷാൽ നെവർ ഓവർ റൈഡ് ദ സ്പെസിഫിക് ലോ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാമോ? ആൻഡ് ഇഫ് യു ഹാവ് എ ഡൗട്ട് യു ക്യാൻ ആസ്ക്. FEMAയുടെ ക്വസ്റ്റ്യൻ ഇസ് സോ സിമ്പിൾ, വെരി വെരി സിമ്പിൾ. ജസ്റ്റ് ഒന്ന് വായിക്കാവോ? ഇഫ് യു ഹാവ് എ ഡൗട്ട് പ്ലീസ് ആസ്ക്. ഇന്റർപ്രിട്ടേഷൻ. ഇന്റർപ്രിട്ടേഷൻ ചാപ്റ്റർ, ഇന്റർപ്രിട്ടേഷൻ ചാപ്റ്ററിനകത്ത് ബേസിക്കലി രണ്ട് കാര്യങ്ങളെ മെയിൻ ആയിട്ട് പഠിക്കാനായിട്ടുള്ളൂ. ഒന്ന് മറ്റേ റൂൾസ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ, രണ്ട് റൂളായിട്ട് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എയ്ഡ്സ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ. സോ ബേസിക്കലി ഇതിൽ നിന്ന് മാത്രമാണ്, ഇതാണ് ആകെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് ചോദിച്ചേക്കുന്നത്. ആൻഡ് ദാറ്റ്സ് നോട്ട് എ ഡിഫിക്കൽട്ട് പാർട്ട്. അപ്പോൾ അവർ ഇന്റർപ്രിട്ടേഷൻ ആയിക്കോട്ടെ ജനറൽ ക്ലോസ് ആക്ട് ആയിക്കോട്ടെ, രണ്ടിൽ നിന്നും കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് വരാറില്ല. സോ നിങ്ങൾക്കത് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം നോക്കാം. ബട്ട് ഞാൻ അങ്ങനെ പറയാറില്ല, ചില സമയത്ത് റിപ്പീറ്റ് ചെയ്യാതിരിക്കും. ആകെ രണ്ട് ടോപ്പിക്കേ ഉള്ളൂ, സ്പ്ലിറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. അതായത് ആ ചാപ്റ്ററിന് ഒരു ലോജിക് ഉണ്ട്. ഈ ഇന്റർപ്രിട്ടേഷൻ എന്ന ചാപ്റ്റർ കൊണ്ട് ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. എങ്ങനെയാണ് നിങ്ങൾ ലോയിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്? പ്രൈമറി റൂൾ ആണെങ്കിൽ അവർ പറയും ആദ്യം ഒരു ലോയുടെ ലിറ്ററൽ മീനിങ് എടുക്കുക, അത് പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ അടുത്ത രീതിയിലുള്ള ഇന്റർപ്രിട്ടേഷനിൽ പോകുക, അത് പറ്റിയിട്ടില്ലെങ്കിൽ അടുത്ത ഇന്റർപ്രിട്ടേഷൻ. സോ വിത്ത് എക്സാമ്പിൾസ് അത് റെഫർ ചെയ്ത് പോയാൽ മതി. ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ സ്പ്ലിറ്റ് ചെയ്താൽ മതി. ഒരു 5 ദിവസമായിട്ട് പല സബ്ജക്ട്സ് പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം യു ക്യാൻ സ്റ്റഡി പ്രൈമറി റൂൾ, അടുത്ത ദിവസം യു ക്യാൻ സ്റ്റഡി സെക്കൻഡറി റൂൾ, പിന്നെ യു ക്യാൻ ഗോ ഫോർ ദ എയ്ഡ്സ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ. അതും നിങ്ങൾക്ക് ഇന്റേണൽ എയ്ഡ് എക്സ്റ്റേണൽ എയ്ഡ് ഒരു 4-5 ദിവസമായിട്ട് ഡിവൈഡ് ചെയ്ത് പഠിച്ചാൽ മതി. സോ യു വുഡൻ ഫീൽ ടു ബേർഡൻ വിത്ത് ദാറ്റ് പെർട്ടിക്കുലർ ടോപ്പിക്. സ്കിപ്പ് ചെയ്യരുത്, കാരണം ഭയങ്കര ഈസി സ്കോറിംഗ് ആയിട്ടുള്ള ചാപ്റ്റർ, ഇന്റർപ്രിട്ടേഷൻ ആണെങ്കിലും ജനറൽ ക്ലോസ് ആണെങ്കിലും. ജസ്റ്റ് മേക്ക് ഷോർട്ട് നോട്ട്സ്. ഇതിനകത്ത് കുറച്ച് ലാറ്റിൻ മാക്സിംസ് ഇല്ലേ, അതിനെയൊക്കെ ബേസ് ചെയ്യുന്ന കുറച്ച് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കിയാൽ മതി. ഹാൻഡ് റിട്ടൺ നോട്ട് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ബോത്ത് ദീസ് ചാപ്റ്റേഴ്സ്, ഇന്റർപ്രിട്ടേഷൻ ആസ് വെൽ ആസ് ജനറൽ ക്ലോസ് ആക്ട്. ഓക്കെ, ജസ്റ്റ് വായിച്ച് പഠിക്കരുത്, ഹാൻഡ് റിട്ടൺ നോട്ട്സ്. സോ ഫെമ നിങ്ങൾ ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻ സ്കിപ്പ് ചെയ്യരുത്. കഴിഞ്ഞ തവണ കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻ വാസ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ചിലപ്പോൾ അവർ കറണ്ട് അക്കൗണ്ട് തന്നെ റിപ്പീറ്റ് ചെയ്യും, പക്ഷേ ക്യാപിറ്റൽ അക്കൗണ്ട് വിടും എന്ന് അവർക്ക് ചിലപ്പോൾ തോന്നിയിട്ട് മെജോറിറ്റി കുട്ടികൾ നോക്കുമ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റനിൽ കറണ്ട് അക്കൗണ്ട്, ചില സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. മിസ്സേ കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻ മാത്രം പഠിച്ചാൽ പോരെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഒക്കെ നോക്കിയിട്ട് കറണ്ട് അക്കൗണ്ട് മാത്രമേ വന്നിട്ടുള്ളൂ. May 2024 ഈ പറയുന്ന ഫെമ നമ്മുടെ ഇന്റർമീഡിയറ്റിലോട്ട് വന്നത്. അപ്പോൾ ഈ ആകെ പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ ചോദിക്കാനായിട്ട് May 2024 September 2024 Jan 2025 ആകെ 3 അറ്റംപ്റ്റേ ആയിട്ടുള്ളൂ. അതിന് മുന്നേ ഇത് CA ഫൈനലിന്റെ ടോപ്പിക് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആകെ 3 അറ്റംപ്റ്റ് വെച്ച് നമുക്ക് ഒരിക്കലും ഇൻസ്റ്റിറ്റ്യൂട്ട് ഇടാൻ പോകുന്ന ക്വസ്റ്റൻസിനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്ത് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. സോ ഡോണ്ട് സ്കിപ്പ്. ആകെ 3 എണ്ണേ ഉള്ളൂ, ക്യാപിറ്റൽ അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട്, PRI. ഓൾറെഡി ഒരു PRI ചോദിച്ചു, അതായത് നമ്മുടെ സെപ്റ്റംബർ അറ്റംപ്റ്റ് ചോദിച്ചു, തൊട്ട് മുന്നേ കറണ്ട് അക്കൗണ്ട്. ഇത്തവണ ക്യാപിറ്റൽ അക്കൗണ്ട് വരും എന്നല്ല, ബട്ട് മേക്ക് ഷുവർ ഫസ്റ്റ് ക്യാപിറ്റൽ അക്കൗണ്ട്, ദെൻ PRI ആൻഡ് ദെൻ കറണ്ട് അക്കൗണ്ട്. ഈ ഓർഡറിലേ നിങ്ങൾ നോക്കാവുള്ളൂ കേട്ടോ.
So FEMA question load പോവാണ്. Descriptive last ആണ്. Mr. Amrish has been admitted to a postgraduate program at a foreign university and it intends to join soon. ആള് ഒരു postgraduate പ്രോഗ്രാമിൽ ഫോറിൻ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്തു, പെട്ടെന്ന് പോയി ജോയിൻ ചെയ്യണം. The annual fees, course fees is approximately rupees 3,50,000. Kindly advise his parents on how they can make the remittance of the fees under the provisions of the FEMA Act. എങ്ങനെയാണ് remittance of fees ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? എടാ പുറത്ത് നമ്മുടെ മറ്റേ ഇത് ചിൽഡ്രൻ പഠിക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് 2,50,000 USD വരെ നമുക്ക് അയച്ചു കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. സോ ദാറ്റ് ഇസ് ബേസിക്കലി കവേർഡ് ഹിയർ. അത് നമ്മൾ ഡീറ്റെയിൽഡ് ഡിസ്കസ് ചെയ്യും. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ഹിസ് സ്റ്റഡീസ്, മിസ്റ്റർ അംരീഷ് ഇസ് എംപ്ലോയിഡ് ബൈ എ ജോയിന്റ് വെഞ്ചർ ഓഫ് എ ഫോറിൻ കമ്പനി ഇൻ ഇന്ത്യ. ദ കമ്പനി ഇന്റൻസ് ടു സെമിൻ ഓൺ ഡെപ്യൂട്ടേഷൻ ടു ഹാൻഡിൽ ബിസിനസ് ഓപ്പറേഷൻസ് എബ്രോഡ്. ആളെ എബ്രോഡ് വിടാൻ വേണ്ടി പോവുകയാണ്, മറ്റേ ഡെപ്യൂട്ടേഷന് വേണ്ടിയിട്ടാണ് വിടുന്നത്. ഹിസ് ഫാമിലി റിസൈഡ്സ് ഇൻ ഇന്ത്യ, ഫാമിലി ഇന്ത്യയിലാണ്. ആൻഡ് ഹി വുഡ് ലൈക്ക് ടു നോ ഇഫ് ഹി ക്യാൻ റെമിറ്റ് സാലറി ടു സപ്പോർട്ട് ദ റെമിറ്റൻസ് ആൻഡ് മെയിൻ്റെനൻസ് ഇൻ ഇന്ത്യ. സോ ഫാമിലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അയാൾക്ക് പൈസ അയച്ചു കൊടുക്കാൻ വേണ്ടി പറ്റൂ. അഡ്വൈസ് മിസ്റ്റർ അംരീഷ് ആസ് പെർ ദ പ്രൊവിഷൻസ്. കുഴപ്പമൊന്നുമില്ല, ഓൺ ഡെപ്യൂട്ടേഷൻ വരാത്ത പ്രശ്നമില്ല. 3 years ആയിരിക്കണം ഡെപ്യൂട്ടേഷൻ, അത്രേ വരുന്നുള്ളൂ. അയാളുടെ നെറ്റ് സാലറി എത്രയാണോ അത്ര വെച്ചിട്ട് അയാൾക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്, കുഴപ്പമില്ല. സോ ഫസ്റ്റ് കേസിൽ അയാൾ അബ്രോഡ് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. പേരൻസിന് എത്ര പൈസ കൊടുക്കാം എന്നാണ് ചോദ്യം. സോ അണ്ടർ ദ ഫെമ റെഗുലേഷൻസ് റെഡ് വിത്ത് ഷെഡ്യൂൾ 3 കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻ ആണ്. ഓവറോൾ ലിമിറ്റ് എന്ന് പറയുന്നത് $2,50,000 ആണ്. അഡീഷണൽ റെമിറ്റൻസ് വേണമെങ്കിൽ ചെയ്യാം, പ്രയർ അപ്രൂവൽ ഓഫ് RBI എടുത്ത് വെച്ചാൽ മതി. സോ $2,50,000 വരെയാണെന്നുണ്ടെങ്കിൽ RBIയുടെ അപ്രൂവൽ എടുക്കേണ്ട ആവശ്യമില്ല. അതിന് എക്സസ് പോവുകയാണെങ്കിൽ മാത്രം RBIയുടെ അപ്രൂവൽ എടുത്താൽ മതി. ഗിവൺ കേസിൽ അവൻ എഡ്യൂക്കേഷന് വേണ്ടി പോവാണ്. മിസ്റ്റർ അമരീഷ് എന്ന് പറയുന്ന ആള് $3,50,000 ഇന്ത്യൻ റുപ്പീസേ വരുന്നുള്ളൂ, വിച്ച് ഇസ് വിതിൻ ദ ലിമിറ്റ് ഓഫ് $2,50,000. സോ അവർക്ക് RBIയുടെ പെർമിഷൻ ഇല്ലാതെ തന്നെ ആ പറയുന്ന പൈസ ഫോറിൻ എക്സ്ചേഞ്ച് അവർക്ക് അവെയിൽ ചെയ്തെടുക്കാം. നേരത്തെ തന്നെ എന്തെങ്കിലും പൈസ LRS സ്കീമിനകത്ത് അവർ അവെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടെ റെഡ്യൂസ് ചെയ്തണം. ഫോർ എക്സാമ്പിൾ, ഒരു ഫോറിൻ ട്രിപ്പ് അവർ അടിച്ചിരുന്നു, ഒരു 50,000 രൂപ ഓൾറെഡി അതിനകത്ത് അവർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി പൈസ മാത്രമേ അവർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ജസ്റ്റ് റിമൈൻഡിങ് യു. സോ ഇത് 3,50,000 ഇന്ത്യൻ റുപ്പീസ് ആണ്. സോ $2,50,000 വരെ RBIയുടെ അപ്രൂവൽ ഇല്ലാതെ അവർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. ഓൾറെഡി നേരത്തെ എന്തെങ്കിലും പൈസ വെച്ചിട്ടുണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്തിട്ട് ബാക്കി മാത്രമേ അയക്കാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ പറയാണ്, അവന് ഡെപ്യൂട്ടേഷന് വേണ്ടി ജോലിക്ക് അയക്കുവാണ്. അതിനുവേണ്ടി ഇന്ത്യയിലുള്ള പേരൻസിന്റെ മെയിൻ്റെനൻസ് അയക്കുന്നുണ്ട്, കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. അണ്ടർ ദ ഫെമ, അമരീഷ് ക്യാൻ റെമിറ്റ് ഹിസ് സാലറി ഏൺഡ് അബ്രോഡ് ടു ഹിസ് ഫാമിലി ഇൻ ഇന്ത്യ സബ്ജക്ട് ടു ദ ഫോളോയിങ് റെഗുലേഷൻ. അവനൊരു പേഴ്സൺ ഹു ഇസ് റെസിഡന്റ് ബട്ട് നോട്ട് പെർമനന്റ്ലി റെസിഡന്റ്. എടാ പെർമനന്റ്ലി റെസിഡന്റ് എന്ന് ഇന്ത്യയിൽ വന്ന് റെസിഡന്റ് ആയിട്ട് പെർമനന്റ് ആയിട്ട് നിൽക്കുന്നു, നോ ഇന്റൻഷൻ ടു ഗോ ബാക്ക്, അൺസർട്ടൺ പീരീഡിലേക്ക് ഇന്ത്യയിൽ തന്നെയാണ്, അതാണ് പെർമനന്റ്ലി റെസിഡന്റ്. ഇത് ജസ്റ്റ് ഡെപ്യൂട്ടേഷന് വേണ്ടി വന്നേക്കുന്നതല്ലേ, 2 years 3 years മാക്സിമം 3 years വരെ വന്നേക്കുന്നതാണ്. സോ റെസിഡന്റ് ആണ് ബട്ട് നോട്ട് പെർമനന്റ്ലി റെസിഡന്റ് ആണ്. ഈസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ, ഡെപ്യൂട്ടേഷന് വേണ്ടി വന്നേക്കുന്നതാണ് ഓഫ് ഹിസ് ബ്രാഞ്ച് ഓഫ് എ ഫോറിൻ കമ്പനി ഓർ സബ്സിഡറി. ഹി മേ മേക്ക് എ റെമിറ്റൻസ് അപ് ടു ഹിസ് നെറ്റ് സാലറി. നെറ്റ് സാലറി എന്ന് പറഞ്ഞാൽ ടാക്സ് ഡിഡക്ട് ചെയ്ത് കോൺട്രിബ്യൂഷൻ ടു PF ഒക്കെ കൊടുത്ത് അത് ഡിഡക്ഷൻസ് കഴിഞ്ഞിട്ട് വരുന്ന സാലറി എത്രയാണോ അവന്റെ ഫാമിലിക്ക് അയച്ചു കൊടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല. ആസ് പെർ ദ സ്റ്റേറ്റഡ് ലോ, എ പേഴ്സൺ റെസിഡന്റ് ഇൻ ഇന്ത്യ ഓൺ അക്കൗണ്ട് ഓഫ് ഹിസ് എംപ്ലോയ്മെന്റ് ഓർ ഡെപ്യൂട്ടേഷൻ ഫോർ എ സ്പെസിഫിക് പീരീഡ് ഓർ ഫോർ എ സ്പെസിഫിക് ജോബ് ഓർ അസൈൻമെന്റ്, ദ ഡ്യൂറേഷൻ ഡസ് നോട്ട് എക്സീഡ് 3 years, ഈസ് എ റെസിഡന്റ് ബട്ട് നോട്ട് പെർമനന്റ്ലി റെസിഡന്റ്. റെസിഡന്റ് ആണ് ബട്ട് നോട്ട് പെർമനന്റ്ലി റെസിഡന്റ് അല്ല. 3 വർഷത്തേക്ക് അയക്കുന്നു, 3 വർഷം വരെ അയക്കുന്നതൊക്കെ റെസിഡന്റ് ആയിരിക്കും ബട്ട് നോട്ട് പെർമനന്റ്ലി റെസിഡന്റ് ആണ്. പേരൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പൈസ കൊടുക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവും ഇല്ല. ഓക്കെ അല്ലേ? both of these questions clear അല്ലേ? മറ്റേത് ഓർത്തോണം, എന്തെങ്കിലും ഓൾറെഡി ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി പിൻസ്റ്റോട് ഞാൻ പറയാം, അതിനകത്ത് അവർ ഇടയ്ക്കൊന്നും നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി അവർ കയറ്റി ഒരു പ്രൊവിഷനകത്ത് പറയുകയാണ്, അവർ ഓൾറെഡി ഇത്ര പൈസ ക്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞതിന് അതുകൂടെ റെഡ്യൂസ് ചെയ്തിട്ട് ബാക്കി മാത്രമേ അവർക്ക് അയച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അതിൽ എക്സീഡ് ചെയ്യുവാണെങ്കിൽ RBIയുടെ അപ്രൂവൽ എടുക്കുക. ഇവിടെ ഒരു 3 years വരെ ഡെപ്യൂട്ടേഷൻ വരുവാണെങ്കിൽ നെറ്റ് സാലറി വരെ അവർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. So we are actually done with the descriptive part question. Descriptive നിങ്ങൾക്ക് അത്ര കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് തോന്നിയോ? ഒരു ക്വസ്റ്റ്യൻ കോംപ്ലിക്കേറ്റഡ് അല്ല, എനിക്ക് അതിനകത്ത് ആകെ ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയത് ആ ജനറൽ ക്ലോസും ഇന്റർപ്രിട്ടേഷനും നിങ്ങളൊന്ന് യൂഷ്വലി ചോദിക്കുന്ന ഒരു ഏരിയ അല്ലാത്തത് കൊണ്ട് കുറച്ചും കൂടെ പ്രയോറിറ്റി കൊടുത്ത് നോക്കുന്നത് നല്ലതായിരിക്കും. So I'm just going for the multiple choice part. Anything that you want to know before I start with the MCQ series, please write in the chat box so that we can discuss.
All good? Doubts ഒന്നുമില്ല? അതെന്താണ് ഫ്രഷർക്ക് പണി കിട്ടുമോ എന്നുള്ള ഒരു ഡൗട്ട്? ഡെഫിനറ്റ്ലി യെസ്. എടാ അതർലോ മാത്രം 50+ അല്ല, അതർലോ മാത്രം ഇറ്റ് ഇസ് 30 ഉള്ളേ, ഇൻക്ലൂഡിംഗ് മൾട്ടിപ്പിൾ ചോയ്സ്. നമ്മുടെ ഓർ ക്വസ്റ്റ്യനും കൂടെ കൂട്ടിയിട്ടാണെങ്കിൽ ഇറ്റ് ഇസ് 40 മാർക്സ്. ഇറ്റ്സ് 40, നെവർ 50. വെയിറ്റേജ് ഇസ് ഓൾവേസ് ഫോർ കമ്പനീസ് ആക്ട് ആൻഡ് LLP. Including MCQ, max to max 40. That is including our question. Total auto 30. Including MCQ, it's 30. Okay, let us start with multiple choice question. I hope it's clear. എന്തെങ്കിലും ഉണ്ടെങ്കിൽ you can keep writing it. I'm just seeing the chats. Now, at a first, I'm giving you a trick. ഒരു കേസ് സിനാരിയോ കണ്ടോ? ഇതിപ്പോൾ നമ്മുടെ ഇങ്ങനത്തെ ഒരു PDF ആയതുകൊണ്ട് ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോകുന്നു, നിങ്ങൾക്ക് അത്ര വലിയ ബുദ്ധിമുട്ടില്ല. അതുപോലെ നിങ്ങൾക്ക് ഒരു പ്രിന്റഡ് ബുക്ക് കിട്ടുമ്പോഴും അത്ര വലിയ ബുദ്ധിമുട്ടില്ല. ഇറ്റ്സ് ലൈക്ക് ഭയങ്കര വീതി നീളമൊക്കെ ഉള്ളൊരു ബുക്കാണ്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ദ മെയിൻ എക്സാം, ഇത് ഭയങ്കര വലുതായിട്ട് പ്രിന്റ് ചെയ്തിട്ട് നമ്പർ ഓഫ് പേജസ് ഭയങ്കര കൂടുതലായിരിക്കും. സോ റിയലി പാനിക്. അയ്യോ ഇതെല്ലാം കൂടെ എങ്ങനെ വായിച്ചെടുക്കും, വീണ്ടും പോയി വായിക്കും, പിന്നെയും കഥ മാർക്കും, വീണ്ടും പോയി വായിക്കും. സോ ടു അവോയ്ഡ് ദാറ്റ് ഐ ഓൾവേസ് ടെൽ ദിസ് ടു മൈ സ്റ്റുഡൻസ്. റിമെമ്പർ, ഫസ്റ്റ് റീഡ് ദ ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഈ കേസ് സിനാരിയോ വായിക്കാതെ എങ്ങനെ ക്വസ്റ്റ്യൻ മനസ്സിലാവും? ഈ ക്വസ്റ്റ്യൻ എന്താണെന്നൊരു ഐഡിയ നമ്മുടെ തലയിലുണ്ടെങ്കിൽ അത് മാത്രം നമുക്ക് പ്രയോറിറ്റി വെച്ച് വായിച്ചാൽ മതി. യു നോട്ട് ഗോയിങ് ടു റീഡ് ദ എൻറ്റയർ തിങ്, കം ആൻഡ് റീഡ് ദ ക്വസ്റ്റ്യൻ വായിച്ചു കഴിയുമ്പോൾ കേസ് സിനാരിയോ മറന്നു, വീണ്ടും പോയി കേസ് സിനാരിയോ വായിക്കും. വി ഹാവ് എക്സാക്ട് 16 minutes to solve the MCQ. അതിനുള്ളിൽ തീർക്കുക, ഗോ ഫോർ ദ ഡിസ്ക്രിപ്റ്റീവ്. സോ ദാറ്റ്സ് അവർ എയിം. So remember, first read the question. According to the above case scenario, and the case scenario is namukku ariyilla. Baking Point Limited closed its ROM for 12 days. So something related to ROM aanu question. ROM close ചെയ്തിട്ടുണ്ട്. In connection with the issue of the bonus shares to its shareholders, you are required to choose a correct option from those stated below as to the maximum time limit for which the ROM can be closed at one time at a stretch by the Banking Point Limited. So at a time അവർക്ക് എത്ര നാളത്തേക്ക് ക്ലോസ് ചെയ്യാം എന്നാണ് പറയുന്നത്, at one time. So ROM ന്റെ ക്ലോഷറിനെ പറ്റിയിട്ടാണ് ഒരു ക്വസ്റ്റ്യൻ. Baking Point Limited declared issue of bonus shares in the ratio 1:2 to its shareholders with one of the following resources. Baking Point Limited was not permitted to capitalize for issuing bonus shares. Considering the applicable provisions, you are required to choose the correct options from the given options below. So, either something related to bonus shares. Something related to bonus shares. So, ROM gitti bonus shares. It is evident from the above case scenario that Baking Point Limited closed its ROM for the first time in the year 2025 for 12 days for the purpose of issuing bonus shares to its shareholders. Maximum for how many times and for how much period a company is permitted to close its ROM in each year. So, ROM maximum. Again, ROM ne base ചെയ്തിട്ടാണ് maximum period ആണ്. മറ്റേത് minimum period of ROM ആണ്. അടുത്തത്, Baking Point Limited issued bonus shares to its shareholders in 1:2 ratio. Which of the following statement is true regarding the issue of bonus shares? So, issue of bonus shares ആണ്. വീണ്ടും bonus shares നെ ബേസ് ചെയ്തിട്ടാണ് question. Baking Point Limited declared a final dividend for the financial year 2023-24 at its AGM. As per the provisions, what should the company do if a shareholder does not claim the dividend within 30 days? So, something with unclaimed dividend ആണ് question. Next, as per the provisions, as per the Companies Act 2013, for how long must Baking Point Limited retain its books of accounts and other financial records in electronic form? So, the books of accounts in a base in the question. Suppose now Baking Point Limited wants to appoint as an internal auditor to review its operation as per Companies Act. Which of the following statement is correct? So, internal auditor. So, now you got an idea what all to search in a MCQ. Did you get an idea? Basically ഒരു ഐഡിയ കിട്ടിയോ? For finding out a MCQ case based, remember,
എന്താണ് ഐഡന്റിഫൈ ചെയ്യേണ്ടതെന്ന് നമ്മൾ വായിക്കണം. ഇറ്റ് കെൻ സേവ് എ ലോട്ട് ഓഫ് ടൈം, a lot of time. Okay, now we can go discuss, we can go read the case-based question. Now it's not going to be complicated for you. Shilpi and Shilpa, both known for their close friendship since college days. This is irrelevant. Along with other close friends, incorporated a company named Baking Point Limited with its registered office in Connaught Palace, New Delhi. The company served chocolates, various types of cakes, pastries, rolls, etc. Their products and clients demonstrated testimony to over 10 years of service in this field. This is irrelevant. With over 50 branches in the New Delhi and adjoining areas of National Capital Region, the products were embodiment of elegance, a sanctuary where flavors intertwined and cherished moments came alive. Shilpa was a chief managing director, whereas Shilpa was a whole-time director. നമുക്ക് വെറുതെ കുറേ സമയം കളയുന്ന കണ്ടില്ലേ. അടുത്തത്, in addition to Shilpi and Shilpa, Baking Point Limited, ever proud of having a sincere management team, had Prabhat as the director, Sahil as the director, Vikalp as the director, and Sukanya as the director. The company maintained and kept all the statutes registered at the registered office in the Connaught Palace. Understanding the need and power of information technology and also giving the due weightage to the demand of changing laws and considering trend of society, Baking Point Limited availed the service of an internet service provider known by the name Etherways Telecommunication Private Limited, located in Chandigarh, India, which offered the company with high-speed internet that was required for the business application like cloud data backup and teleconferencing. It was thought that this magnificent and progressive step would help the companies to connect with the customers spreading across the nation as well as abroad. ഇവർ ഒരു ഇന്റർനെറ്റ് പ്രൊവൈഡർ ആയിട്ടിട്ട് മറ്റേ സെറ്റപ്പ് ചെയ്തു, മറ്റേ ഒരു കണക്ഷൻ ബിൽഡപ്പ് ചെയ്തു അവരുടെ ബിസിനസ് ആപ്ലിക്കേഷൻസ് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി, പ്രോപ്പർ കണക്ഷനോട് കൂടി വർക്ക് ചെയ്യാൻ വേണ്ടി. ഈവൻ ദ എംപ്ലോയീസ് ഓഫ് ദ കമ്പനി വുഡ് ബി ഏബിൾ ടു കണക്ട് ഫ്രം എനിവെയർ ടു കൊളാബറേറ്റ് ദ ടീംസ്. എംപ്ലോയീസിന് എവിടെ നിന്ന് വേണമെങ്കിലും കണക്ട് ചെയ്യാം. കമ്പനി രജിസ്റ്ററും ചെയ്തു യൂണിക് വെബ് അഡ്രസ് bakingpoint.com for its website. With this development, Baking Point Limited started maintaining its books of accounts and other relevant papers in the electronic form. ഇത് വന്നതുകൊണ്ടാണ് ഇവരുടെ സർവീസ് അവൈൽ ചെയ്തുകൊണ്ട് അവർ ഇലക്ട്രോണിക് റെക്കോർഡിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. In order to reinforce the loyalty among the shareholders, the directors of Baking Point Limited thought of issuing bonus shares in the ratio of 1:2. So, നമുക്ക് bonus shares പറ്റി question കിടപ്പുണ്ടായിരുന്നു. And in the process passed a resolution to this effect at the meeting of the board of directors, which was held on December 6, 2024. അന്നേരമാണ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നത്. They felt that the issue of bonus shares would use internal resources more efficiently and also the strategy would serve as an alternative to dividend payout at no extra cost. Dividend payout കൊടുക്കണ്ട, അതിന് പകരം ബോണസ് ഇഷ്യൂ കൊടുത്താൽ മതി, ഒരു ഇന്റേണൽ റിസോഴ്സ് ആയിട്ട് അവർക്കൊരു യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് ബോണസ് ഇഷ്യൂ നടത്തിയാൽ മതി എന്ന് അവർ തീരുമാനിക്കുന്നു 1:2 റേഷ്യോയിൽ. The issue of bonus shares was approved at the EGM held on Jan 9, 2025. Record date, അതായത് കട്ട് ഓഫ് ഡേറ്റിൽ ആരുടെ പേരാണോ കാണുന്നത്, that's basically what you call record date, being January 23rd, was set up by the company to determine the eligibility of the shareholders for getting the bonus shares. അവർ റെക്കോർഡ് ഡേറ്റ് സെറ്റപ്പ് ചെയ്യുന്നു. റെക്കോർഡ് ഡേറ്റ് സെറ്റപ്പ് ചെയ്യുന്നത് ബുക്സ് ക്ലോസ് ചെയ്യുമ്പോൾ ആ ഏത് ഡേറ്റ് ആണോ ബുക്സ് ക്ലോസ് ചെയ്യുന്നത് ആ ഡേറ്റിൽ ആരുടെയൊക്കെ പേരുണ്ടോ അവർക്കായിരിക്കും ഡിവിഡൻഡ് കിട്ടുന്നത്. That's basically what you call record date. In order to proceed with the issue of bonus shares, the ROM was closed for 12 days by giving a previous notice of 15 days. Previous ഒരു 5 ദിവസം നോട്ടീസ് കൊടുത്തിട്ട് 12 ദിവസത്തേക്ക് അവർ അടച്ചു. And an advertisement in this respect was also published. Advertisement ഒരു പബ്ലിഷ് ചെയ്തു. At the time of declaration of bonus issue, the following was the position of some of the important figures as they appeared in the balance sheet. Authorized capital നോക്കണ്ട, paid up share capital, free reserve, securities premium, capital redemption reserve, revaluation reserve. Extract of balance sheet as of March 31st, 2024. Accounts relating to the financial year 23-24 were duly audited by Raghavan and Associates of New Delhi, and requested documents required to be submitted to the jurisdictional ROC were duly filed in the time. So accounts ആണ് ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റ് എല്ലാം നമുക്ക് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്, ROCക്ക് പ്രോപ്പർ ആയിട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്. ഇനി താഴെ പറയുന്ന MCQs സോൾവ് ചെയ്യാനാണ് പറയുന്നത്. According to the above case scenario, Baking Point Limited closed its register ROM for 12 days in connection with the issue of the bonus shares. Bonus shares വേണ്ടി അവർ മറ്റേ ROM ക്ലോസ് ചെയ്യുന്നു, അതായത് റെക്കോർഡ് ഡേറ്റിൽ ആരൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി അവർ ROM ക്ലോസ് ചെയ്യുന്നു. You are required to choose a correct option from those stated below as to the maximum time limit for which the ROM can be closed at any time at a stretch by the Baking Point. നമ്മൾ കുറേ തവണ പഠിച്ചിട്ടുള്ളതാണ്, നമുക്ക് ടോട്ടൽ 45 ഡേയ്സിലേക്ക് ക്ലോസ് ചെയ്യാം, പക്ഷെ അറ്റ് എ ടൈം എത്ര നേരത്തേക്ക് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ? 30 days. ശരിക്കും പറഞ്ഞാൽ ആ പറയുന്ന പാരഗ്രാഫ് നോക്കേണ്ട പോലും ആവശ്യമില്ല, ഡയറക്ട്ലി വരാൻ
ഉണ്ടായിരുന്നു. ദ ബ്രേക്കിംഗ് പോയിന്റ് ക്ലോസ്ഡ് ROM 12 days, it is permitted for a period not exceeding 45 days. No, ഇവിടെ ടോട്ടൽ ആണ് 45 days എന്ന് പറയുന്നത്. സോ ഇതല്ല, അറ്റ് എ ടൈം ഒറ്റയടിക്ക് എത്ര നാളത്തേക്ക് ക്ലോസ് ചെയ്യാം? 30 days ആണ്. ഇവിടെ അവർ പറയുന്നത് നോട്ട് എക്സീഡിങ് 20 days ആണ്. ഇതുമല്ല, ഇവിടെ അവർ പറയുന്നത് നോട്ട് എക്സീഡിങ് 30 days, കറക്റ്റ് ആണ്. ഇവിടെ അവർ പറയുന്നത് നോട്ട് എക്സീഡിങ് 60 days, തെറ്റാണ്. സോ അറ്റ് എ ടൈം നിങ്ങൾക്ക് 30 daysലേക്ക് ROM ക്ലോസ് ചെയ്യാം. ടോട്ടൽ ആയിട്ട് നിങ്ങൾക്ക് എത്ര നാളത്തേക്ക് ക്ലോസ് ചെയ്യാം? 45 days. ഇവരിവിടെ ഫസ്റ്റ് ഓപ്ഷനിൽ പറഞ്ഞു അറ്റ് എ ടൈം 45 days പറ്റൂല, അറ്റ് എ ടൈം 20 days അല്ല, അറ്റ് എ ടൈം 60 days അല്ല, അറ്റ് എ ടൈം 30 days വരെ അവർക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ അല്ലേ? അടുത്തത്, Baking Point Limited declared issue of bonus shares in the ratio 1:2 its shareholders. Which one of the following resources Baking Point Limited was not permitted to capitalize for issuing the bonus shares? ഒരു പല ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. പെയ്ഡ് അപ്പ്, ഫ്രീ റിസർവ്, സെക്യൂരിറ്റീസ് പ്രീമിയം, CRR ആൻഡ് റീവാലുവേഷൻ റിസർവ്. ഏതാണ് അവർ ഉപയോഗിക്കാൻ പാടില്ലാത്തത്? For issuing bonus shares, Baking Point Limited was not permitted to capitalize the amount of 2 crore 10 lakh lying to the credit of free reserve. Free reserves അവർക്ക് ഉപയോഗിക്കാമല്ലോ. സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് അവർക്ക് യൂട്ടിലൈസ് ചെയ്യാം. റീവാലുവേഷൻ റിസർവ് ഉപയോഗിക്കാൻ പാടില്ല, കാരണം അത് എന്താണ്? ഫ്രീ റിസർവ് അല്ല. CRR ഉപയോഗിക്കുന്നത് എന്തിനാണ്? നമ്മൾ ബൈബാക്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് പറയത്തില്ല, നോമിനൽ എമൗണ്ട് ട്രാൻസ്ഫർ ടു CRR യൂസ്ഡ് ഫോർ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ്. സോ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി CRR ഉപയോഗിക്കാം. സോ നമുക്ക് ഫ്രീ റിസർവ് ഉപയോഗിക്കാം, നമുക്ക് സെക്യൂരിറ്റീസ് പ്രീമിയം ഉപയോഗിക്കാം, നമുക്ക് CRR ഉപയോഗിക്കാം. പക്ഷെ റീവാലുവേഷൻ റിസർവ് ഫ്രീ റിസർവ് അല്ല, അതുകൊണ്ട് നമുക്ക് ബോണസ് ഇഷ്യൂവിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല. So this is the option. Option number C is correct answer. Okay. അടുത്തത്, it is evident from the above case scenario that Baking Point Limited closed its ROM for the first time. ആദ്യമായിട്ടാണ് 12 daysലേക്ക് അവർ ക്ലോസ് ചെയ്തത് ബോണസ് ഇഷ്യൂവിന് വേണ്ടി. മാക്സിമം how many times and for how much period company is permitted to close this ROM? തൊട്ട് മുന്നേ ഞാൻ പറയുന്നത് 45 days ആണ്. സോ നമുക്ക് നോക്കാം. വൺ ടൈം, മോർ ദൻ വൺ ടൈം, ആഗ്രിഗേറ്റ് ഷാൽ നോട്ട് എക്സീഡ് 45 days എന്ന് പറയുന്നു. പിന്നെ വൺ ടൈം, മോർ ദൻ വൺ ടൈം, ആഗ്രിഗേറ്റ് 60 days തെറ്റാണ്, ആഗ്രിഗേറ്റ് 90 days തെറ്റാണ്, 100 തെറ്റാണ്. സോ ഒരു തവണയോ ഒരു തവണയിൽ കൂടുതലോ അവർക്ക് ക്ലോസ് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ എത്രയിൽ എക്സീഡ് ചെയ്യരുത്? 45 days. സോ അറ്റ് എ ടൈം 30 days, മാക്സിമം 45 days. സോ ഓപ്ഷൻ നമ്പർ എ ഇസ് ദി ആൻസർ. ക്ലിയർ അല്ലേ? ഇവിടം വരെ ഓക്കെ ആണെങ്കിൽ ഒന്ന് പറയാമോ? ഇസ് ഇറ്റ് ക്ലിയർ until MCQ number 3? ടെക്നിക്കലി ഒരു MCQ മാത്രം, അതായത് നമ്മുടെ ആ ഫ്രീ റിസർവ്സിന്റെ ആ സംഭവം മാത്രം നമുക്ക് ആ കേസ് സിനാരിയോയിൽ നിന്ന് ഉപകാരം വന്നിട്ടുള്ളൂ. ബാക്കി രണ്ട് നമുക്ക് തന്നെ എഴുതാൻ പറ്റുന്നു. അത് രണ്ട് നമുക്ക് MCQ ന്ന് കിട്ടൂല. ഐ മീൻ ആ കേസ് സിനാരിയോ നമുക്ക് കിട്ടില്ല. വിൽ ഹാവ് ടു റിക്കളക്ട്. പ്രൊവിഷൻ ആണത്. ഓക്കെ ആണോ? Next, Baking Point Limited issue bonus shares to its shareholders in a 1:2 ratio. Which of the following statement is true? ഏതാണ് ശരി regarding the issue of bonus shares? Bonus shares can be issued only if it is authorized by the Articles of Association of a company. അതേടാ, AOA authorize ചെയ്തിരിക്കണം. Bonus shares can be issued with the approval of Board of Directors. വേണ്ട. Bonus shares must be issued in exchange for additional capital contribution. അല്ല. Additional capital തന്നതുകൊണ്ടാണോ ബോണസ് ഇഷ്യൂ? അല്ല. ബോണസ് ഷെയർസ് ആർ ഇഷ്യൂഡ് അറ്റ് എ പ്രൈസ് ലോവർ ദൻ ദ മാർക്കറ്റ് വാല്യൂ? അല്ല. ബോണസ് ഷെയർസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഷെയർസ് അല്ലേ? സോ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓതറൈസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ബോണസ് ഇഷ്യൂ നടത്താൻ വേണ്ടി പറ്റും, ഒരു കുഴപ്പമില്ല. സോ ഈ 4 ഓപ്ഷനിൽ കറക്റ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ നമ്പർ എ. അടുത്തത്, Baking Point Limited declared a final dividend for the financial year 23-24 at its AGM. As per the Companies Act, what should the company do if a shareholder does not claim the dividend within 30 days of declaration? At 30 days of declaration ഉള്ളിൽ ക്ലെയിം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് അൺക്ലെയിം ഡിവിഡൻഡ് അക്കൗണ്ടിലോട്ട് മാറ്റുവാണ്. കമ്പനി മസ്റ്റ് ഇമ്മീഡിയറ്റ്ലി ട്രാൻസ്ഫർ ടു IEPF. അല്ല, IEPFലോട്ട് എപ്പോഴാണ് മാറ്റുന്നത്? 7 വർഷം അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ടിൽ കിടക്കുവാണെങ്കിൽ പിന്നെ നമ്മൾ മാറ്റുന്നത് IEPFലോട്ടാണ്. സോ ഉടനെ തന്നെ IEPFലോട്ട് മാറ്റില്ല. കമ്പനി മസ്റ്റ് ട്രാൻസ്ഫർ ദ അൺപെയ്ഡ് ഡിവിഡൻഡ് ടു എ സ്പെഷ്യൽ അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ട് വിതിൻ 7 days. ഇത് അറിയാതെ തന്നെ നമ്മൾ ആൻസർ എഴുതിയിരുന്നു.
unpaid dividend account. The dividend remains with the company until the shareholder claims it. തെറ്റാണ്. കമ്പനിയുടെ കയ്യിൽ വെക്കാൻ പാടില്ല. Company must cancel the dividend, credit the amount to its free reserve. തെറ്റാണ്. So dividend declare ചെയ്ത 30 ഡേയ്സിനുള്ളിൽ 127 പ്രകാരം കൊടുത്തിട്ടില്ല. സെക്ഷൻ 127 പറയുന്നത് 30 ഡേയ്സിനുള്ളിൽ കൊടുക്കുക. ഇല്ലെങ്കിൽ within a period of 7 days unpaid dividend അക്കൗണ്ടിലോട്ട് അത് മാറ്റിയിരിക്കണം. അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ടിൽ 7 വർഷം കിടക്കുവാണെങ്കിൽ IEPF-ലോട്ട് മാറ്റാം. അടുത്തത്, as per Companies Act 2013, for how long must Baking Point Limited retain its books of account and other financial records in the electronic mode? എല്ലാം 8 years അല്ലേ? സെൻട്രൽ ഗവൺമെന്റ് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ചെയ്യുവാണെങ്കിൽ മാത്രം നമ്മൾ ലോങ്ങർ പീരീഡിലേക്ക് മെയിൻറ്റെയിൻ ചെയ്താൽ പോരെ? സോ ഇറ്റ്സ് 8 years. ക്ലിയർ ആണോ? സെൻട്രൽ ഗവൺമെന്റ് ഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ചെയ്യുവാണെങ്കിൽ ലോങ്ങർ പീരീഡ്, അല്ലെങ്കിൽ 8 years. നമ്മൾ റീ ഓപ്പണിംഗ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ പഠിച്ച സമയത്ത് ഓർമ്മയില്ലേ? 8 വർഷം മുന്നേ ഉള്ളത് വരെ വേണമെങ്കിൽ നമുക്ക് റീകാസ്റ്റ് ചെയ്യാം. അതിന് മുന്നേ ഉള്ളത് ചെയ്തോളൂ, സെൻട്രൽ ഗവൺമെന്റ് ഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ. കണക്ട് ചെയ്ത് ഓർത്താൽ മതി. ഇതൊക്കെ നമ്മൾ ഇമ്പോർട്ടന്റ് MCQ എന്ന് പറഞ്ഞാൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ അല്ലേ? Next, suppose now Baking Point Limited wants to appoint an internal auditor to review its operation and compliance as per the Companies Act 2013. Which of the following statement is correct? Appointment of internal audit is mandatory for all companies. ഈ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ I'm just trying to connect the internal audit provision. നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ വേണ്ടി എങ്ങാനും ഒരു കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വന്നാലോ, ആദ്യമായിട്ട് ക്ലാസ് കാണുന്ന ഒരാൾ ഇന്റേണൽ ഓഡിറ്റിന്റെ പ്രൊവിഷൻ ഓർക്കാൻ വേണ്ടി ഞാൻ കുട്ടികളോട് എപ്പോഴും പറയുന്ന ഒരു സംഭവമുണ്ട്. ലിസ്റ്റഡ് കമ്പനിക്ക് ആണെങ്കിൽ ഇത് മാൻഡേറ്ററി. നിങ്ങൾ ഒരു അൺലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു പബ്ലിക് കമ്പനി ആണെങ്കിൽ ഡബിൾ ഗെയിം ആലോചിക്കുക. 25, 50, 100, 200. ഓക്കെ. ഔട്ട്സ്റ്റാൻഡിംഗ് ലോൺസ് ബോറോയിങ്സ്, പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എപ്പോഴും ഹയസ്റ്റ് ആയിട്ട് വരുന്നതാണ് 200. ഇത് ഔട്ട്സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ്സ് ആണ്, ഇത് ലോൺസ് ബോറോയിങ്സ്. സോ ഇതൊക്കെ എക്സീഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ലിമിറ്റ് 25 crore or more, 50 crore or more, 100, 25 ഡബിൾ അല്ലേ 50, 15 ഡബിൾ അല്ലേ 100, 100 ഡബിൾ അല്ലേ 200. സോ 25, 50, 100, 200 അങ്ങനെ ഓർത്താൽ മതി അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനി ആണെങ്കിൽ. ആൻഡ് 100 and 200 മാത്രം ഏതിനെടുത്താൽ മതി? പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ എടുത്താൽ മതി. ഇത് മനസ്സിലായോ? ആദ്യമായിട്ട് ഐ എം ടെലിംഗ് ബിക്കോസ് ദിസ് ക്യാൻ കം ആസ് എ കേസ് ബേസ്ഡ് ക്വസ്റ്റൻ ഓൾസോ. $25 crore എന്ന് പറയുമ്പോൾ ഔട്ട്സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ്സ്, 50 എന്ന് പറയുമ്പോൾ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ, മറ്റേത് ഔട്ട്സ്റ്റാൻഡിംഗ് ലോൺസ് ബോറോയിങ്സ്, 200 എന്ന് പറയുന്ന സമയത്ത് ഇറ്റ്സ് ടേൺ ഓവർ. എപ്പോഴും ഹൈ എന്ന് പറയുന്നത് ടേൺ ഓവർ ആയിരിക്കും. ഓക്കെ അല്ലേ? 100 and 200 മാത്രം പ്രൈവറ്റ് കമ്പനിക്ക് എടുത്താൽ മതി. 100 and 200 മാത്രം പ്രൈവറ്റ് കമ്പനിക്ക് എടുത്താൽ മതി. ഈ ലിമിറ്റ് മാത്രം. 200 എന്ന് പറഞ്ഞാൽ ടേൺ ഓവർ, 100 എന്ന് പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിംഗ് ലോൺസ് ബോറോയിങ്സ്. അതായത് ഞാൻ ജസ്റ്റ് ഇതിനെ കണക്ട് ചെയ്ത് പറഞ്ഞേ ഉള്ളൂ. ഇന്റേണൽ ഓഡിറ്ററിന്റെ നിങ്ങൾക്ക് കുറെ ലിമിറ്റ് പഠിക്കാനായിട്ടില്ലേ? സോ ഓർക്കാൻ എളുപ്പത്തിന് ഞാൻ പറയുന്നതാണ്. ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ മാൻഡേറ്ററി ആണ് ഇന്റേണൽ ഓഡിറ്റ്. നിങ്ങൾ അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനി ആണെങ്കിൽ ലിമിറ്റ് ഓർക്കാനുള്ള എളുപ്പത്തിന് ഡബിൾ ഗെയിം എന്ന് ആലോചിക്കുക. 25, 50, 100, 200. 25 എന്ന് പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ്സ്. നിങ്ങളുടെ ഒരു അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനിയാണ്, നിങ്ങൾക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ്സ് 25 crore or more ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്റേണൽ ഓഡിറ്റർ വേണം. അല്ലെങ്കിൽ 50 എന്ന് പറയുന്നത് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. നിങ്ങൾ അങ്ങനത്തെ ഒരു അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനിയാണ്, നിങ്ങളുടെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 50 crore or more ആണെങ്കിൽ നിങ്ങൾക്കും ഇന്റേണൽ ഓഡിറ്ററിന് വേണം. നിങ്ങളുടെ ഔട്ട്സ്റ്റാൻഡിംഗ് ലോൺസ് ഓർ ബോറോയിങ്സ് എന്ന് പറയുന്നത് 100 crore or more ആണ്, നിങ്ങൾക്കും ഇന്റേണൽ ഓഡിറ്ററിന് വേണം. നിങ്ങളുടെ ടേൺ ഓവർ 200 crore or more ആണ്, അങ്ങനത്തെ ഒരു അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനി. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എക്സീഡ് ചെയ്താൽ മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾക്ക് ഇന്റേണൽ ഓഡിറ്ററിന് വേണം. ഇറ്റ്സ് എ ഡബിൾ ഗെയിം. 25 ഡബിൾ ഇസ് 50, 15 ഡബിൾ ഇസ് 100, 100 ഡബിൾ 200. 25 crore is for outstanding deposits, 50 crore is for paid up share capital, 100 crore is for outstanding loans or borrowings, 200 crore is for turnover. ഇതിന്റെ ഈ രണ്ട് ലിമിറ്റ് മാത്രം പ്രൈവറ്റ് കമ്പനിക്ക് എടുത്താൽ മതി. 100 സ്റ്റാൻഡ്സ് ഫോർ ഔട്ട്സ്റ്റാൻഡിംഗ് ലോൺസ് ഓർ ബോറോയിങ്സ്. നിങ്ങളൊരു പ്രൈവറ്റ് കമ്പനിയാണ്, നിങ്ങളുടെ ഔട്ട്സ്റ്റാൻഡിംഗ് ലോൺസ് ഓർ ബോറോയിങ് 100 crore or more ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? ഇന്റേണൽ ഓഡിറ്റർ വേണം. നിങ്ങളൊരു പ്രൈവറ്റ് കമ്പനിയാണ്, നിങ്ങളുടെ ടേൺ ഓവർ 200 crore or more ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇന്റേണൽ ഓഡിറ്ററിനെ വേണം. ക്ലിയർ ആയോ? ഇനി എങ്ങാനും ഒരു കേസ് ബേസ് ക്വസ്റ്റ്യൻ ചോദിച്ചാലോ? It's easy to remember the double game, right? 25, 100, 200.
highest will always be turnover, the lowest will be outstanding deposits ഒക്കെ നടുക്കഷ്ണം പോലെ നിൽക്കുന്ന ഒരു സംഭവം will be നമ്മുടെ കുറവുമല്ല എന്നാൽ തീരെ കൂടുതലും അല്ല എന്ന് പറയുന്ന പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ, പിന്നെ ഔട്ട്സ്റ്റാൻഡിംഗ് ലോൺസ് ഓഫ് ബോറോവേഴ്സ്. ഇതിനകത്ത് ഈ രണ്ടെണ്ണം മാത്രം പ്രൈവറ്റ് കമ്പനിക്ക് പോയാൽ മതി. ഇത് കണക്ട് ചെയ്താണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് എങ്ങനെയൊക്കെ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ അപ്പോയിന്റ്മെന്റ് ഓഫ് ഇന്റേണൽ ഓഡിറ്റർ എല്ലാവർക്കും മാൻഡേറ്ററി ആണോ? അല്ല. ഇന്റേണൽ ഓഡിറ്റർ മസ്റ്റ് ബി എ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഇൻ പ്രാക്ടീസ്. ഒരു നിർബന്ധവും ഇല്ല. ഞാൻ ഇവിടെ വീണ്ടും കണക്ഷൻ പറയാണ്. ഇന്റേണൽ ഓഡിറ്റർ എന്ന് പറഞ്ഞാൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകാം, കോസ്റ്റ് അക്കൗണ്ടന്റ് ആകാം. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ഒപ്പീനിയനിൽ ആർക്കൊക്കെ ഇത് ചെയ്യാനായിട്ട് പറ്റും, ആർക്കൊക്കെ ഇതിന് എക്സ്പെർട്ടൈസ് ഉണ്ടോ അവരെയൊക്കെ ഇന്റേണൽ ഓഡിറ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യും. സോ ചാർട്ടേഡ് അക്കൗണ്ടന്റിന് പ്രാക്ടീസ് ആവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഒരു എംപ്ലോയി ആയിട്ട് വേണമെന്നുണ്ടെങ്കിലും അപ്പോയിന്റ് ചെയ്യാം. ഇന്റേണൽ ഓഡിറ്റർ മേ ബി എ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, കോസ്റ്റ് അക്കൗണ്ടന്റ് ഓർ എനി അതർ പ്രൊഫഷൻ. അതാണ് കറക്റ്റ് ആൻസർ. ഇന്റേണൽ ഓഡിറ്റർ മസ്റ്റ് ബി അപ്പോയിന്റഡ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ് ത്രൂ SR. തെറ്റാണ്. സോ ABCDയിൽ C ഇസ് ദ കറക്റ്റ് ആൻസർ. സോ ഇന്റേണൽ ഓഡിറ്റർ ഓർക്കാൻ വേണ്ടി ഞാൻ ഡബിൾ ഗെയിം ഓർത്തോണം. ലിസ്റ്റഡ് കമ്പനിക്ക് ലിമിറ്റ് നോക്കണ്ട. അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനി ആണെങ്കിൽ 25, 100, 200, 25, 50, 100, 200, 100, 200 മാത്രം പ്രൈവറ്റ് കമ്പനിക്ക് ലിമിറ്റ് നോക്കിയാൽ മതി. ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണെങ്കിലും അല്ലെങ്കിലും എംപ്ലോയി ആണെങ്കിലും അല്ലെങ്കിലും ബോർഡിന്റെ ഒപ്പീനിയനിൽ ആർക്കൊക്കെ ഇത് ചെയ്യാൻ വേണ്ടി പറ്റും അവരെയൊക്കെ ഇന്റേണൽ ഓഡിറ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാം. So, are you confident enough for the case-based scenario? Case-based scenario okay le? Settle le? Okay. Going for the next one, independent multiple choice questions. Hardly 3 questions. Either case based on independent ആയിട്ട് വരുന്ന questions ആണ്. XYZ LLP, a well established LLP, had 2 designated partners. Aditym Rajiv രണ്ടുപേരും DP ആണ്. On 15th January 2025, Rajiv resigned due to the personal reasons. Personal reason കൊണ്ട് പുള്ളിക്കാരൻ റിസൈൻ ചെയ്തു പോയി, leaving Aditi as the only designated partner in the LLP. പുള്ളിക്കാരി മാത്രം DP ആയിട്ട് ബാക്കി നിന്നു. The remaining partners were aware of their responsibility to appoint a new designated partner. So remaining partners അല്ല പാർട്ണർ ആയിട്ടുള്ള അതിഥിക്ക് അറിയാമായിരുന്നു ഡെസിഗ്നേറ്റഡ് പാർട്ണറെ അപ്പോയിന്റ് ചെയ്യണം as per the requirement of LLP Act. However, due to internal disagreement, internally കുറെ disagreements ഉള്ളത് കൊണ്ട് they failed to appoint a new DP. അപ്പോൾ 2 DP വേണം, മാൻഡേറ്ററി ആയിട്ട് 2 DP വേണം. ആ DP എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ തന്നെ ആയിരിക്കണം. On 20th February 2025, the ROC issued a notice to XYZ LLP seeking clarification on its complaint status regarding the appointment of designated partner. പുള്ളിക്കാരി റിസൈൻ ചെയ്ത് പോയത് എന്നാണ് 15th ജാനുവരിയിലാണ്. ROC ചോദിക്കുന്നത് 20th February 2025 So as per LLP Act 2008, choose the correct option if LLP fails to appoint a second designated partner within the prescribed period. Correct period appoint ചെയ്തില്ലെങ്കിൽ വരാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? LLP will automatically be dissolved by the ROC if one or more designated partner is not appointed by 30th January. തെറ്റ്. Aditi will be removed as designated partner and LLP will be treated as normal partnership firm. തെറ്റ്. If one or more designated partner is not appointed within 30 days of a vacancy, each partner of XYZ LLP will be deemed as a designated partner and will be held for responsible for compliance requirement. അതാണ് കറക്റ്റ് ആൻസർ. അതായത് ഇതിന്റെ കൂടെ ഞാൻ 2 കണക്റ്റിംഗ് പ്രൊവിഷനും കൂടെ പറയാം, നിങ്ങൾക്ക് റിവൈസ് ചെയ്യുകയും ചെയ്യാം. ഒന്ന് റിക്കളക്ട് ചെയ്തോണേ. ഒരു LLP സ്റ്റാർട്ട് ചെയ്യാനായിട്ട് 2 പാർട്ട്നേഴ്സ് ഉണ്ടായിരിക്കണം. ആ പാർട്ട്ണർ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആകാം, അല്ലെങ്കിൽ ബോഡി കോർപ്പറേറ്റ് ആകാം. ഞാൻ പറയുന്നത് പാർട്ട്നേഴ്സിന്റെ ക്വാളിഫിക്കേഷനാണ്. അതുപോലെ LLP തുടങ്ങാനായിട്ട് 2 ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സും വേണം. 2 ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ്. ഈ ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ മാത്രമേ ആകാൻ പാടുള്ളൂ. ഇനി ഈ 2 ഡെസിഗ്നേറ്റഡ് പാർട്ട്ണറിൽ ഒരാൾ തട്ടിപ്പോയി, അല്ലെങ്കിൽ ഒരാൾ റിസൈൻ ചെയ്തു പോയി. ഇപ്പോൾ ഒരു DP മാത്രമേ ഉള്ളൂ. ഈ വേക്കൻസി സംഭവിച്ച് 30 ഡേയ്സിനുള്ളിൽ ഒരു DPനെയും കൂടെ അപ്പോയിന്റ് ചെയ്യണം. ഇനി ഒരു DPനെ അവർക്ക് അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ലെങ്കിൽ ആരാണോ ഈ പാർട്ട്നേഴ്സ് ആയിട്ട് നിൽക്കുന്നത് അതിൽ ഒരാൾ DP ആയിക്കോളും. അതാണ് ഈ പറയുന്ന ഓപ്ഷൻ. സോ ഞാൻ 2-3 കാര്യങ്ങൾ ഇവിടെ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോണം. ഒരു LLP സ്റ്റാർട്ട് ചെയ്യാൻ 2 പാർട്ട്ണർ വേണം. പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ആയാലും കുഴപ്പമില്ല, ബോഡി കോർപ്പറേറ്റ് ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ബോഡി കോർപ്പറേറ്റ് ആകാൻ പാടില്ല, ഇൻഡിവിജ്വൽ തന്നെ ആയിരിക്കണം.
ഇൻഡിവിജ്വൽ തന്നെ ആയിരിക്കണം. സോ ഈ പാർട്ട്നേഴ്സ് ഇൻഡിവിജ്വൽ ആണെന്നുണ്ടെങ്കിൽ ഈ ഇൻഡിവിജ്വലിന് തന്നെ ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ ആകാം, അല്ലെങ്കിൽ പുറത്തുള്ള ഒരാളെ അവർക്ക് ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ ആക്കാം, അല്ലെങ്കിൽ ആരുടെയെങ്കിലും പേര് അവർ ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റിനകത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിലും ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ ആകാം. മിനിമം 2 DP ഉണ്ടായിരിക്കണം, അത് മാൻഡേറ്ററി ആണ് ലീഗൽ കംപ്ലയൻസസിന് വേണ്ടിയിട്ട്. ഏതെങ്കിലും ഒരു DP പോയി, ഇപ്പോൾ ഒരു DP മാത്രമേ ഉള്ളൂ, 30 ഡേയ്സിനുള്ളിൽ വേക്കൻസി ഫില്ലപ്പ് ചെയ്യുക. ഫില്ലപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഇന്റേണൽ ഡിസഗ്രിമെന്റ് ആണെന്ന ക്വസ്റ്റ്യൻ പറയുന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി, ഈ 2 പാർട്ട്നേഴ്സിൽ ഇൻഡിവിജ്വൽ ഉണ്ടാവൂലേ, ആ ഇൻഡിവിജ്വൽ ഒരാൾ DP ആയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും, 2 പാർട്ട്നേഴ്സും ബോഡി കോർപ്പറേറ്റ്, മാം തന്നെയല്ലേ ഇപ്പൊ പറഞ്ഞത് ഇൻഡിവിജ്വലിനോ ബോഡി കോർപ്പറേറ്റിനോ പാർട്ട്ണർ ആകാം. അപ്പൊ ഇവിടെ ഈ ബോഡി കോർപ്പറേറ്റിന് നോമിനി എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ട്, ആ നോമിനി എന്ന് പറയുന്ന വ്യക്തി ഇൻഡിവിജ്വലാ, അയാൾ എന്തായിക്കോളും, DP ആയിക്കോളും. ക്ലിയർ ആണോ? ഞാൻ 2-3 പ്രൊവിഷൻ കണക്ട് ചെയ്ത് പറഞ്ഞു, എങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതിൽ നിന്ന് മാറി മറിച്ച് ചോദിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവണം. Yes. So that is also done. അടുത്ത ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സംഭവം. Pranab, an Indian citizen and a software engineer, was working for a multinational IT-based firm in Singapore for over 8 years. So Pranab ആണ്, Indian citizen ആണ്, software engineer ആണ്, multinational IT firm വേണ്ടി വർക്ക് ചെയ്യാണ് 8 വർഷം. During this tenure, he accumulated substantial savings in a Singapore bank account and invested in a few property there. With a plan to permanently return to India, he decided to sell one of his properties and transfer the proceeds to his newly opened bank account in India. അവിടുത്തെ പ്രോപ്പർട്ടി വിറ്റിട്ട് ഇന്ത്യയിലോട്ട് എന്തായാലും കംപ്ലീറ്റ് ആയിട്ട് മാറുവാണ്, ആ പൈസ ഇങ്ങോട്ട് റിപ്പാട്രിയേറ്റ് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. Simultaneously, Pranab's employer deputed him to India for a critical software development project for 3 years. So പെട്ടെന്ന് തന്നെ പ്രണബിനെ എംപ്ലോയർ അയാളെ ഇന്ത്യയിലോട്ട് ഡെപ്യൂട്ട് ചെയ്തു, ഡെപ്യൂട്ടേഷൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പ്രോജക്റ്റിന് വേണ്ടിയിട്ട് 3 വർഷം. ഇഫക്റ്റീവ് ഫ്രം ജാനുവരി 2023, ഹിസ് സാലറി വാസ് ക്രെഡിറ്റഡ് ടു ഹിസ് ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ട്. ആളുടെ ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ടിലോട്ടാണ് ഇത് ക്രെഡിറ്റ് ചെയ്തത്. നോ പ്രണബ് വിഷസ് ടു ട്രാൻസ്ഫർ ദ പ്രൊസീഡ്സ് ഫ്രം സെല്ലിംഗ് ഹിസ് പ്രോപ്പർട്ടി ഇൻ സിംഗപ്പൂർ ടു ഹിസ് ബാങ്ക് അക്കൗണ്ട് ഇൻ ഇന്ത്യ. സോ അത് വിറ്റിട്ട് ഇന്ത്യൻ പ്രോപ്പർട്ടി വിറ്റിട്ട് ആ പറയുന്ന പൈസ ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ടിലോട്ട് കൊണ്ടുവരാനായിട്ടാണ് ആൾ ആഗ്രഹിക്കുന്നത്. As per the provisions of FEMA, which of the following statement is more accurate regarding his ability to do so? He can freely transfer the full amount without any restriction as he is now an Indian resident. No. He cannot transfer the amount at all since the property was acquired outside India. അത് തെറ്റാ, അയാൾ പുറത്തായിരുന്നപ്പോഴല്ലേ അക്വയർ ചെയ്തത്, അത് ശരി, അക്വയർ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാ. He can freely transfer the funds if the property was purchased while he was a resident outside India. RBIയുടെ ഒരു സർക്കുലർ ഉണ്ട്, നമ്മുടെ ബുക്കിനകത്ത് കിടപ്പുണ്ട്, ICയുടെ മെറ്റീരിയലിനകത്ത്. നീ അവിടെ റെസിഡന്റ് ആയിരുന്ന സമയത്ത് നീ പ്രോപ്പർട്ടി മേടിച്ചു, നീ തിരിച്ചു വരുന്ന സമയത്ത് അത് വിൽക്കുന്നു, പൈസ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, ഒരു കുഴപ്പമില്ല. ഹി നീഡ്സ് പ്രയർ RBI അപ്രൂവൽ ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഹൗ പ്രോപ്പർട്ടി വാസ് അക്വയർഡ്. നോ, RBI സർക്കുലർ ഇറക്കി പറഞ്ഞേക്കുവാണ്, നീ അവിടെ റെസിഡന്റ് ആയിരുന്നപ്പോൾ, നീ അവിടെ PRO ആയിരുന്നപ്പോൾ നീ അവിടുന്ന് മേടിക്കുന്നു, നീ PRO ആയിരുന്ന സമയത്താണ് നീ അവിടുന്ന് പ്രോപ്പർട്ടി മേടിക്കുന്നത്, അത് വിറ്റിട്ട് നീ ആ പൈസ റിപ്പാട്രിയേറ്റ് ചെയ്ത് ഇന്ത്യയിലോട്ട് കൊണ്ടുവരുന്നു, ഒരു കുഴപ്പമില്ല, ഇറ്റ് ഇസ് പെർമിറ്റഡ്, നോ പ്രോബ്ലം. Option C is the correct answer. Last multiple choice. Miss Kanika Tripathi, an accomplished classical dancer, has been invited by Oxford University to perform at a cultural event. She seeks to withdraw $75,000 for tour expenses. What is the most likely restriction on this transaction under the FEMA Act and its guidelines? She must obtain approval from RBI before withdrawing the foreign exchange for cultural tours. RBIയുടെ അപ്രൂവൽ ആണോ അല്ല, അവിടെ കറക്റ്റ് ആയിട്ട് മിനിസ്ട്രീസിന്റെ പേര് നമ്മൾ പഠിച്ചിട്ടില്ലേ. She can withdraw foreign exchange freely within the limits prescribed under the LRS or relevant FEMA guidelines. Foreign exchange withdrawal for cultural performance is prohibited under FEMA. തെറ്റ്. She must first obtain a visa before withdrawing foreign exchange. തെറ്റ്. She can withdraw the foreign exchange freely within the limits prescribed under the LRS scheme or the relevant FEMA guidelines. ഇന്ന ആൾക്കാരുടെ ഇന്ന അതോറിറ്റിയുടെ പേര് പറയുന്നില്ലേ, ആ പറയുന്ന ലിമിറ്റിനകത്താണെന്നുണ്ടെങ്കിൽ FEMA ഗൈഡ്ലൈൻസ് വെച്ചിട്ട് വിഡ്രോ ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പവും ഇല്ല. ദിസ് ഇസ് വിത്ത് റെസ്പെക്ട് ടു ദ ഇൻഡിവിജ്വൽ മൾട്ടിപ്പിൾ ചോയ്സ്. സോ നമ്മൾ ആ സീരീസ് തുടങ്ങിയ സമയത്ത് പറഞ്ഞായിരുന്നു, ഫസ്റ്റ് നമ്മൾ അമെൻമെന്റ് ഡിസ്കസ് ചെയ്യും, പിന്നെ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യും, പിന്നെ ആയിരിക്കും നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിലോട്ട് പോവുക. സോ ഓൾ 3 വി ഹാവ് ഡിസ്കസ്ഡ്. I hope the session was helpful and it was clear.
ഇതാണ് നമ്മുടെ RTP for May 2025. I did not find the RTP to be difficult, nor it's very easy. അതായത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, യു മൈറ്റ് ഫൈൻഡ് ഇറ്റ് ഈസി. ഓർ നിങ്ങൾ വർക്ക് ബുക്ക് ക്വസ്റ്റൻസ്, നമ്മുടെ വർക്ക് ബുക്ക് തന്നെ നിങ്ങൾ ഒരു 1 or 2 ടൈംസ് സോൾവ് ചെയ്താൽ മോർ ദൻ ഇനഫ് ആണ്. എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് വർക്ക് ബുക്കിൽ കിടപ്പുണ്ട്. ആ വർക്ക് ബുക്കിലെ ക്വസ്റ്റൻസ് തന്നെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി തന്നെയാണ് നമ്മുടെ RTPക്കകത്ത് ക്വസ്റ്റൻസ് വന്നേക്കുന്നത്. So is there anything that you want to get cleared or any doubts that you want to clarify? Please write, or else we can wind up the session. So I'll just wait for 2 minutes. Endengilo ondengil, please write it in the chat box. We will be having an RTP session for strategic management tomorrow. അതുപോലെ MTP series ഉണ്ട്. So 3, 4, 5 and 6. Yeah. നമുക്ക് ഇനി വരാൻ പോകുന്ന, ഇന്ന് 3-ാം തീയതി, 4, 5, 6 ഇനി വരാൻ പോകുന്ന 3 ദിവസങ്ങളിൽ RTP of strategic management, MTP of corporate law and MTP of strategic management will also be discussed. ലോ എന്ന് പറഞ്ഞ പേപ്പർ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും എൻ്റെ പിള്ളേരോട് പറയുന്ന അതേ അഡ്വൈസ് തന്നെ പറയുന്നുള്ളൂ. ഒരിക്കലും ലോയ്ക്ക് വേണ്ടിയിട്ട് ഇത്ര ഡേയ്സ് നിങ്ങൾ മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ അക്കൗണ്ട്സ് പേപ്പറോ ഫസ്റ്റ് ഗ്രൂപ്പ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ അക്കൗണ്ട്സോ, ടാക്സിന് കൂടെ ഞാൻ അത്ര സജസ്റ്റ് ചെയ്യാറില്ല, പക്ഷേ ഞാൻ ഗ്രൂപ്പിനകത്താകെ ടാക്സ് പെൻഡിങ് ഉള്ളൂ. അക്കൗണ്ട്സോ ടാക്സോ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പെർ ഡേ ഒരു 3 hours വെച്ച് മാറ്റി വെക്കുക. 1.5 hours in the morning and 1.5 hours in the evening. Make sure you write and practice law. വായിച്ച് പഠിക്കരുത്. വായിച്ച് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, റിക്കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. എത്രയാണെങ്കിലും, എത്ര ടൈം ഇല്ല എന്ന് തോന്നുവാണെങ്കിൽ പോലും 1.5 മണിക്കൂർ കണ്ടുപിടിക്കുക. ടൈം മാനേജ്മെന്റ് അത് ഭയങ്കരമായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ പ്രൊവിഷൻസ് റിക്കളക്ട് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യും. വെയിറ്റേജ് ഓഫ് ദ ചാപ്റ്റേഴ്സ് ഇട്ട് നോക്കുക. Please start with the following chapters first. Law പഠിക്കാനായിട്ടുള്ള ഒരു ചെറിയ ടിപ്പ് പറയാണ്. Start with auditors. ഇത് high weighted chapters ആണ്. Accounts, I'll just write it properly. Auditors, accounts of a company, dividend. ഈ ഓർഡറിൽ പോയാൽ മതി. FEMA, general clause, interpretation. എപ്പോഴും ലോ പഠിക്കാൻ നേരത്ത് ഒരു ടാർഗറ്റ് വെക്കുക. ദ ടാർഗറ്റ് ഷുഡ് ബി എ ഡേ. സേ ഞാൻ April 13th ഇത്രയും ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യും. അത് ചുമ്മാ പറഞ്ഞാൽ പോരാ. ഞാൻ 4th എത്ര പഠിക്കും, ആ ടോപ്പിക്സ് 1, 2, 3, 4, 5, 6 പോലെ എഴുതി വെക്കണം. ഇന്ന് എത്ര ടോപ്പിക്ക് പഠിക്കും. സോ ഓരോ ടോപ്പിക്ക് കഴിയുമ്പോൾ നിങ്ങളുടെ ടാർഗറ്റ് അച്ചീവ്ഡ് പോലെ നിങ്ങൾക്ക് ടിക്ക് ഇടാം. ഏതെങ്കിലും ഒരെണ്ണം പഠിക്കാൻ പറ്റിയില്ല, യു കെൻ പുട്ട് അക്രോസ് ആൻഡ് യു നോ ദാറ്റ് ഇസ് പെൻഡിങ്. ഞാൻ അല്ലാണ്ട് ഇന്നിരുന്ന് ഓഡിറ്റ് ആൻഡ് ഓഡിറ്റേഴ്സ് പഠിക്കും, നാളെ അക്കൗണ്ട്സ് ഓഫ് എ കമ്പനി പഠിക്കും, അത് തന്നെ തെറ്റാണ്. സോ ജസ്റ്റ് മേക്ക് ഷുവർ 4 തൊട്ട് 13 വരെ ഇതിലോട്ട് ജസ്റ്റ് ഗേവ് യു റാൻഡം ഡേ, യു കെൻ മേക്ക് ഇറ്റ് 15th. എന്നിട്ട് ഇത്രയും ചാപ്റ്റേഴ്സ് കവർ ചെയ്യുന്നവരും, എന്നിട്ട് അടുത്ത 15 days അല്ലെങ്കിൽ അടുത്ത 14 days ബാക്കി ചാപ്റ്റേഴ്സ്. സോ ദിസ് ഇസ് ദ ഓർഡർ. കാരണം ഇത്രയും സാധനം പ്ലസ് can study one more chapter, company incorporated. ഇത്രയും കഴിയുമ്പോൾ തന്നെ നിയറിങ് 50 പ്ലസ് ഒരു 60, നിയറിങ് 60 മാർക്സ് കവേർഡ് ആവും ഇത്രയും ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ. ഈ ഒരു ഓർഡറിൽ നോക്കിയാൽ മതി. സ്റ്റാർട്ട് വിത്ത് ദിസ്. ഈ 7 ചാപ്റ്റർ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ചാപ്റ്റർ, ബാക്കി എങ്ങനെ പഠിച്ചാലും കുഴപ്പമില്ല, ഒരേ വെയിറ്റേജ് ആണ്. ഇത് കഴിഞ്ഞ് വേണമെങ്കിൽ LP ലാസ്റ്റ് നോക്കിയാൽ മതി. യു ക്യാൻ ഗോ ഫോർ ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിബെഞ്ചേഴ്സ്, മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, പ്രോസ്പെക്ടസ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്ന കമ്പനി ഇൻകോർപ്പറേറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ കഴിഞ്ഞിട്ട് ഗോ ഫോർ മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ, then go for share capital and debentures, then go for prospectus and allotment, incorporation of a company, preliminary, last LP നോക്കിയാൽ മതി. ലാസ്റ്റ് ക്ലിയർ അല്ലേ? Go for these chapters first. I hope this helps. Targets ആണ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. You definitely have to keep a day target. ഇന്ന ഡേ ഇന്നത് പഠിക്കും, അങ്ങനെ ഒരു ടാർഗറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. Okay,
So in the coming days, we will meet definitely for strategic management. നാളെ SM ന്റെ RTP ആണ്. And അത് കഴിഞ്ഞിട്ട് we have law in the MTP ഉണ്ട്, SM ന്റെ MTP ഉണ്ട്. So make sure you attend the MTP series also. Okay, thank you so much. Study well. All the very best. Thank you.